കഴിഞ്ഞിട്ട് 15 വർഷമായി. അപ്പം ഈ ജാനുവരി 19 ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 വർഷം ഞങ്ങളുടെ ലൈഫ് സത്യം പറഞ്ഞാൽ 15 വർഷമായതുപോലും ഭയങ്കര അത്ഭുതകരമാണ്. കാരണം നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 15 വർഷം കഴിഞ്ഞ ഒരു ഫീലാണ്. കാരണം ഒന്നും അറിഞ്ഞില്ല, നമ്മൾ ആ ഒരു ജേർണി എത്ര സ്മൂത്തായിട്ട് പോയി. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം ഉണ്ടെങ്കിലും എന്നാലേ ഒരു ലൈഫ് മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇത് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് കാര്യം BSc എന്നുള്ള ഒരു ഡിഗ്രിയാണ്. അപ്പോൾ ഈ BSc എന്ന ഡിഗ്രി എന്താണെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരുടെ. അപ്പം ആ വീഡിയോ മറക്കാതെ നിങ്ങൾ കാണുക, നിങ്ങൾക്കും അതൊരു ഉപകാരപ്രദമാകും. അപ്പോൾ ഞാൻ ഈ BSc ഡിഗ്രിയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മറക്കാതെ ആ ഒരു എപ്പിസോഡും കൂടെ നിങ്ങൾ കണ്ടാലേ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രയോജനം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് ഒരു മാറ്റം വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പം ഇപ്പം ഞങ്ങൾ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പം ഇനി ഞങ്ങൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞത് മുതലുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ എബ്രോഡ് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പം നമുക്കറിയാം ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പ് പ്രീ മാരിറ്റൽ ക്ലാസ് ഉണ്ട്. അത് എന്ന് വെച്ചാൽ അത് എല്ലാ മതത്തിലും വരുന്നത് നല്ലതാണ്. ഇപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾ അതിലൊരു ഭാഗമായതിൽ ഭയങ്കര ഹാപ്പി ഫീൽ ആവുന്നുണ്ട്. കാരണം അത് ഞങ്ങളുടെ ലൈഫിൽ ഇപ്പം വരെയും ഞങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്നത് ലൈഫ് കൊണ്ടുപോകാനായിട്ടും അതിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് ലൈഫിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രീ മാരിറ്റൽ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ സാധാരണ പ്രീ മാരിറ്റൽ ക്ലാസ് കല്യാണത്തിന് മുമ്പ് എടുക്കുന്ന ക്ലാസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞത് സമയപരിധി മൂലം ഞങ്ങളുടെ കല്യാണം പെട്ടെന്നായിരുന്നു. നിശ്ചയം കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് കല്യാണം നടത്തിയത്. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യം ഇതുപോലെ ഞങ്ങൾ പോയി ചോദിച്ചപ്പം ഇതുപോലെ പറഞ്ഞു, കമ്പൽസറി ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാലേ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അവർ തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്നുള്ളത് സർട്ടിഫിക്കറ്റ് അവിടെ പള്ളിയിൽ കൊടുത്താലേ നമുക്കും മാരേജ് സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ധൃതിയാന്ന് പറഞ്ഞിട്ട് പോലും അവർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ക്ലാസ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോയതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയണമെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രീ മാരിറ്റൽ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. കാരണം നമ്മൾ ഓൾറെഡി പള്ളിയിൽ പറഞ്ഞു ഇങ്ങനെ ഇതുപോലെ ഞങ്ങൾക്ക് ധൃതിയാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ കല്യാണം നടത്തി, പക്ഷേ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാ കോഴ്സും അവർ പറഞ്ഞ അതുപോലെ കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് ചെയ്തത്. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും അച്ഛനോട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ചങ്ങനാശ്ശേരിയിൽ ബൈക്കിൽ ഒരു യാത്ര ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ടൈമിംഗ് ഉണ്ട്, ഇത്ര സമയത്ത് വരണമെന്നുണ്ട് രാവിലെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അടിച്ചിട്ട് പയ്യനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പയ്യനെ എൻജോയ് ചെയ്ത് ചങ്ങനാശ്ശേരി വരെ എത്തുമ്പോൾ ഒരു ബ്രദർ അവിടെ നിൽക്കും. സത്യം പറഞ്ഞാൽ ചിരി വരുമായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ഡേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബ്രദർ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ ഇക്കൊള്ളാൻ പറഞ്ഞു, നാളെ മുതൽ കറക്റ്റ് ടൈം വരണമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ സെയിം ഇതുപോലെ കഴിക്കുക. ഞങ്ങൾ പോയ വഴി എന്തായാലും നമ്മൾ ന്യൂലി വെഡ് കപ്പിളായതുകൊണ്ട് ഇങ്ങനെ എല്ലാം എൻജോയ് ചെയ്ത് പോകുന്ന വഴിയാണ്. നെക്സ്റ്റ് ഡേ ഇതുപോലെ ഞങ്ങൾക്ക് ലേറ്റായി. ബ്രദർ ഞങ്ങളെ അത് പറഞ്ഞു, ഇതിങ്ങനെ ആവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ബ്രദറിന് അറിയത്തില്ല ഞങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി കല്യാണം കഴിക്കാൻ പ്ലാൻ ഉള്ളവർ അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചവർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ വന്നവരാണ്, എൻഗേജ്മെൻറ്റോ എല്ലാം കഴിഞ്ഞ ആൾക്കാരാണെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ എല്ലാവരും. ഇവനെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരെല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നത്. സത്യം പറഞ്ഞൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ബൈക്കിലൊരു യാത്ര,
വരുന്ന വഴിക്ക് ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതൊക്കെ ഒരു എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ക്ലാസ്സിലെ എല്ലാ കാര്യവും കല്യാണം മുതൽ ലൈഫിൽ മുമ്പോട്ട് പോകേണ്ട ഓരോ കാര്യങ്ങളും അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്, സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയായിട്ടായിട്ട് ലൈഫിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന. ഞങ്ങൾ എപ്പോഴും കല്യാണം കഴിച്ച ആ നിമിഷം മുതൽ ഞങ്ങൾ ഈ നിമിഷം വരെയും കുടുംബ പ്രാർത്ഥന ഈവൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, ഇപ്പം അച്ഛൻ എവിടെയെങ്കിലും പുറത്താണെങ്കിലും ഞാനും മക്കളും പ്രാർത്ഥിക്കും. അച്ഛനോട് ഞങ്ങൾ പ്രത്യേകം പറയും ഞങ്ങൾ പ്രാർത്ഥിപ്പം ആ ഇരിക്കുന്ന സ്ഥാനത്ത്, ഇപ്പം നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ആ സ്ഥാനത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാം. ഇപ്പം അച്ഛൻ സ്ഥലത്തില്ല, വരാൻ ലേറ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ മാത്രം പ്രാർത്ഥിക്കും. അച്ഛന് ഒന്നുകിൽ അവിടെ നിന്ന് വന്നിട്ട് പ്രാർത്ഥിക്കും, ഇല്ലെങ്കിൽ വരാനായിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ അവിടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ ഏത് മതമായിക്കോട്ടെ, നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കുടുംബമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിവതും നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണെങ്കിൽ ആ നിൽക്കുന്ന സ്ഥാനത്ത് നമുക്ക്, ഇപ്പം നമ്മൾ വീട്ടിൽ 6 മണിക്കാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ കറക്റ്റ് 6 മണിയെങ്കിൽ വീട്ടിൽ എത്താൻ പറ്റിയില്ല, ഒരു സെക്കൻഡ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അത് പ്രത്യേകം നമ്മൾ മറക്കരുത്. ഞങ്ങളുടെ ഒരു മെയിനായിട്ടുള്ള നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് കുടുംബ പ്രാർത്ഥനയാണ് ബലമായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ കല്യാണം കഴിച്ചപ്പം ഞാൻ ഈ വീട്ടിൽ വന്നപ്പം അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞായിരുന്നു. അതെന്ന് വെച്ചാൽ വൈഫ് ആൻഡ് ഹസ്ബൻഡിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അന്ന് മുതൽ എത്ര വഴക്കിട്ടാലും ആ പ്രാർത്ഥന മിസ് ചെയ്തില്ല. ആ പ്രാർത്ഥനയിലും ഉണ്ട് വഴക്കിടരുതെന്നും ഒക്കെ ഉണ്ട്, എന്താ ഹർട്ട് ചെയ്യരുതെന്നും ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ചില സിറ്റുവേഷൻ മനുഷ്യരാണ്, ചിലപ്പോൾ ചില വഴക്കുകളും ഇതൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ ചില സമയത്തൊക്കെ വഴക്കിട്ടിട്ട് ഈ പ്രാർത്ഥന ഇത് പറയുകയും ചെയ്തോണ്ട് എന്നെ വഴക്ക് പറയും, ആ ഒരു ഫീല് മനസ്സിൽ വന്നാലും പറയും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ലൈഫിൽ ഒരു പാർട്ടായിപ്പോയി. എന്ന് വെച്ചാൽ അത് പറഞ്ഞില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആ സമയമാകുമ്പോൾ ആ പ്രാർത്ഥന വായിൽ എങ്ങനെയും വരും. കാരണം അതൊരു നമ്മുടെ ജീവിതത്തിലെ ഒരു പാർട്ട് പോലാണ്. അപ്പം ആ പ്രാർത്ഥന ഞങ്ങൾ പറയുന്നതും കൂടെ നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക. ഈ പ്രാർത്ഥനയിലെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു മതമായിട്ടൊന്നുമില്ല, ദൈവമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഈ ഒരു ചാനൽ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്, എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്. നിങ്ങൾ തന്നെ ഈ പ്രാർത്ഥന ഇപ്പം കേട്ട് കഴിഞ്ഞാൽ ഇതിൽ ദൈവമേ പറയുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാൻ നല്ലൊരു പ്രാർത്ഥന ഇത് കേൾക്കുക. Oh God, we want to live our life together with you and always to continue it with you. Help us never to hurt and never to grieve each other. Help us to share all our works, all our hopes, all our dreams, all our successes, all our failures, all our joys and all our sorrows. Help us to have no secrets from each other so that we may be truly one. Keep us always true to each other and grant that all the years ahead may draw us ever closer to each other. Grant that nothing may ever come between us and nothing may ever make us ever drift apart. And as we live with each other, help us to live with you so that our love may grow perfect in your love. For you are the God whose name is love. This we ask for your love's sake. ഈ പ്രാർത്ഥന കേട്ടല്ലോ. ഈ പ്രാർത്ഥനയുടെ എഫക്റ്റ് ഇത്ര വലുതാ. ആക്ച്വലി there is no secret between പാർട്ട്നേഴ്സ്. ഇതാണ്. അതേപോലെ പ്രീ മാരിറ്റൽ കോഴ്സ് എന്തിനു വേണമെന്നുള്ളതും ഈ പ്രാർത്ഥനയിലെ മെയിൻ തീമാണ്. ആക്ച്വലി എല്ലാ മതത്തിലും വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താ പറയുക, പ്രീ മാരിറ്റൽ കോഴ്സിൽ അവർ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും, ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ പഠിപ്പിക്കും, ലവ് പഠിപ്പിക്കും, കെയർ പഠിപ്പിക്കും, ഗൈനക്കോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കും, എല്ലാം ഗൈനക്കോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കും, സൈക്കോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കും. ഞാൻ സൈക്കോളജിസ്റ്റ് എന്നാലും ഐ അറ്റൻഡഡ് ഇറ്റ്. സൈക്കോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കും. ഇങ്ങനെ അറിവുള്ള ആൾക്കാരെല്ലാം വന്ന് ക്ലാസ് എടുക്കും, അവരുടെ ജീവിതം ഷെയർ ചെയ്യും.
ഇതൊക്കെ ഈവൻ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ആദ്യം തുടങ്ങിയതുപോലും നമ്മൾ ആദ്യത്തേത് ഇതുപോലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി. കാരണം കിടക്കയാ നമ്മുടെ സീക്രട്ട് പ്ലേസ് എന്നുള്ള ഒരു ബോധത്തോടാണ് ഞങ്ങൾ അന്നും ഇന്നും ജീവിക്കുന്നത്. ഈ കുടുംബ പ്രാർത്ഥന, ഈ ഒരു പ്രെയർ എല്ലാ കപ്പിൾസും ചെല്ലാൻ നല്ലതാണെന്ന് വിചാരിക്കുന്നു. കാരണം ഇതില് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമായിട്ട് ഒരു ജാതിയായിട്ട് നമ്മൾ പറയുന്നില്ല. എല്ലാവർക്കും പറയാൻ പറ്റിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഇന്ന മതക്കാർക്കേ ഉള്ളൂ എന്നുള്ളൊരൊന്നുമില്ല. ദൈവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും പിന്നെ നമ്മൾ ഈ പ്രാർത്ഥനയിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദൈവങ്ങളുടെ ആയിട്ട് മതങ്ങളുടെ ആയിട്ട് പേരോ ഒന്നും പറയുന്നില്ല. പൊതുവായിട്ട് നമുക്ക് പറയാൻ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പം അത് അറിഞ്ഞിരിക്കാനും, നമ്മളത് പറയുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ തെറ്റുകൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പോലും ആ പ്രാർത്ഥന നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അത് ഷെയർ ചെയ്യാനും, ഭർത്താവിനോട് ഷെയർ ചെയ്യാനും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളെ ഹർട്ട് ചെയ്യരുതെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശരിയാ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഇതുപോലെ ഇന്നാളെ ഹർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ അത് നമ്മുടെ പ്രവൃത്തിയിൽ അത് കാണിച്ചില്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ളൊരു ബോധം നമുക്കുള്ളിൽ ഈ പ്രാർത്ഥനയും കൊണ്ട് തരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുന്നവർ ചെയ്താൽ ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞങ്ങളൊരു വിശ്വാസം. അപ്പൊ ഞങ്ങള് ഇന്ന് വരെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിച്ചാൽ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ചൊല്ലാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരേ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് മക്കൾ ഇരിക്കുമ്പോൾ ആ പ്രെയർ ആകുമ്പോൾ മക്കള് നിർത്തും, ഞങ്ങൾ രണ്ടുപേരും പറയും വൈഫ് ആൻഡ് ഹസ്ബൻഡ് പ്രെയർ. അതിനുശേഷം ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു നല്ലൊരു പ്രെയറാണ്. പിന്നീട് നമ്മുടെ ജേർണി എന്ന് പറയുന്നത് ജേർണിയിലേക്ക് പോകുന്നതും കൂടെ ഒന്നുകൂടി ഫാമിലി വിച്ച് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ, അതേപോലെ ഫാമിലി വിച്ച് ഈറ്റ്സ് ടുഗദർ ലവ്സ് ടുഗദർ. അതിൽ ലവ് കൂടുതലാണ്. അത് ഞാൻ പറയുന്നത് പഴയ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒരു നേരം ഡിന്നറെങ്കിലും ഒന്നിച്ചെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴേ അതിൻ്റെ ആ സ്വീറ്റ്നെസ് അറിയത്തുള്ളൂ. ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഫ്ലോറിലാണെങ്കിൽ ഒന്നിച്ച് ഇരുന്ന് ഫാമിലി മൊത്തം ഷെയറിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേ വിധത്തിൽ ആ സ്നേഹം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴത്തെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ കമ്മ്യൂണിക്കേഷൻ കൂടുന്നു. 100% ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ ഫാമിലിയിൽ ലവ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഫാമിലി പ്രെയറും ഫാമിലി ഡിന്നർ ഓർ ലഞ്ച് എനിത്തിങ് ഒരു മീലെങ്കിലും അറ്റ്ലീസ്റ്റ് ടുഗദർ, ദാറ്റ് മേക്സ് എ സ്ട്രോങ് ബോണ്ട് ഇൻ ദ ഫാമിലി. പിന്നെ അടുത്തായിട്ട് നമ്മള് ഈ കല്യാണം ഞാൻ പറഞ്ഞു പ്രീമാരിറ്റൽ ക്ലാസ്സിൻ്റെത് ഞങ്ങൾ പോയത് ഇങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പള്ളിയിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ അത് കഴിഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ആന്ധ്രയിലേക്ക് വന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ നിന്നാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, വിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് റിസപ്ഷൻ ചെയ്തു. അതിനുശേഷം പപ്പായും അമ്മായും ബ്രദേഴ്സ് ഇവിടുന്ന് പോവാണ്, അവർ US പോവായിരുന്നു. അതിനുശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും തിരിച്ച് അബ്രോഡ് പോവാണ്. ആ സമയമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. അതിപ്പോഴും പറഞ്ഞാലും പിന്നെ ഞാനത് എനിക്കറിയും. ആ എപ്പിസോഡ് പിന്നെ ഞാൻ പറയുന്നില്ല. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ പുതിയ ലൈഫ് ഞങ്ങൾ ലീഡ് ചെയ്ത് മൂന്നാർ പോയ കഥ പറഞ്ഞില്ലല്ലോ, അത് പറയാൻ പറ്റുമോ? ഓക്കെ, സ്റ്റാർട്ട്. നോ പ്രോബ്ലം. ഞങ്ങളെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് അന്ന് ഇന്റർനെറ്റും ഒക്കെ ഉള്ള കുറവുള്ള സമയമാണ് അല്ലേ, 2006 ഞങ്ങളുടെ കല്യാണം. അപ്പം അന്നേരം കല്യാണം കഴിഞ്ഞ് 3-4 ഡേയ്സ് കഴിഞ്ഞ് എന്നെ തിരിച്ച് ഞാൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ കേരളത്തിലുള്ള നാട്ടിൽ കുടുംബ വീട്ടിലേക്ക് പോവാണ്. അവിടെ വെച്ചാണ് അച്ഛന് പെട്ടെന്ന് ഒരു പ്ലാൻ വന്ന് മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് വെച്ചു. മമ്മയെ എല്ലാവരും വിളിച്ച് അവരാരും വന്നില്ല, കാരണം കല്യാണം കഴിച്ച് നിങ്ങളല്ലേ പോകണ്ടേന്നൊക്കെ മമ്മ പറഞ്ഞു. അവരാരും വന്നില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മൂന്നാർ. അപ്പം അച്ഛനൊരു ക്യാപ്ഷൻ ഇട്ടായിരുന്നു, മാന്നാർ ടു മൂന്നാർ എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ മൂന്നാറാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ്, ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയാം ഞങ്ങൾ പോയത്. അതിന് അധികം കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു, പെട്ടെന്നായിരുന്നു, ഷോർട്ടായിട്ട് അച്ഛൻ എനിക്കൊരു സർപ്രൈസ് തന്നായിരുന്നു.
അങ്ങനെ മൂന്നാറായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് പോയത്. അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നതും ബാക്കിയുള്ള സ്റ്റോറീസ്. മൂന്നാറിലൊരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി, മിനുവിന് പേരിടുന്നത് മൂന്നാറിലായിരുന്നു. മൂന്നാറിലെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വെച്ച് ഇതുപോലെ ഇങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നു. ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് അത് ആണാണെങ്കിൽ ദിനു, അല്ലെങ്കിൽ പെൺകുഞ്ഞാണെങ്കിൽ മിനു എന്നിടണമെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു ഞങ്ങൾ. എന്തായാലും ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, വീട്ടിൽ വന്നു, ഇവിടെ വന്നു. എൻ്റെ അബ്രോഡ് ട്രിപ്പും എല്ലാം കഴിഞ്ഞ് ഞാൻ മാർച്ച് 1 തിരിച്ചിങ്ങെത്തി. പിന്നെ ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോയി. അച്ഛൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്ന് പറയുമ്പം അവർ ഒന്നിച്ച് നിൽക്കണം. ഒരു കുടുംബം എന്ന് പറയുമ്പം ഭർത്താവ് ഒരിടത്ത് ഭാര്യ ഒരിടത്ത് അങ്ങനെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ, ചില ഒഴിച്ചുകൂടാൻ പറ്റാത്ത സിറ്റുവേഷൻ, നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം ഓക്കെ, ഭർത്താവ് ജോലിക്ക് അബ്രോഡ് പോയി, വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങനെയൊക്കെ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം അച്ഛൻ പറയുന്നതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സമ്പാദിച്ചു, മാക്സിമം നമുക്ക് ഒരു വീടൊക്കെ വേണ്ടി വന്നു, വീട് വെച്ചു, അതുപോലെ കുറച്ച് ബാങ്ക് ബാലൻസും എല്ലാം ആയി, വലിയ കടങ്ങളൊന്നും ഇല്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ തിരിച്ചു വരിക, തിരിച്ചു വന്ന് ഫാമിലിയായിട്ട് ജീവിക്കുക. എത്ര ആയാലും മക്കൾക്ക് അപ്പനും വേണം അമ്മയും വേണം. അപ്പന് കൊടുക്കേണ്ട സ്നേഹം, അപ്പൻ്റെതായ സ്നേഹം മക്കൾക്ക് അപ്പനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് അമ്മ എത്ര കൊടുത്താലും അത് വരത്തില്ല, അല്ലേ? അപ്പൻ എന്ന് പറയുമ്പോൾ ഒരു കെയറിങ്, സപ്പോർട്ട്, ഒരു എന്താ ഒരു നമുക്കൊരു തുണയാണ്, പ്രൊട്ടക്ഷൻ എന്നൊരു ഫീലാണ് നമുക്ക് അപ്പൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ. അമ്മ എന്ന് പറയുമ്പോഴും ആ ഒരു സ്നേഹം, ലവ്, അഫെക്ഷൻ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അപ്പം ഈ രണ്ടും സ്നേഹം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പം കുറേ നാൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പനും മക്കളും വീട്ടിൽ, അമ്മ എബ്രോഡിൽ ജോലി ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം കഴിഞ്ഞു, നിങ്ങളുടെ എന്ന് വെച്ചാൽ എല്ലാം ചെയ്തു, വീടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സമ്പാദ്യങ്ങളും ആയി, പിന്നെയും നിങ്ങൾ നാട്ടിൽ വന്നിട്ട് എന്തെടുക്കാനാണ്, അവിടെ നിന്നാൽ ജോലി ചെയ്യുക എന്നുള്ള ചിന്തയിൽ നിൽക്കാതെ എത്ര ആയാലും മക്കളുടെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ജീവിക്കുന്നത് അത്ര ഒരു സന്തോഷം എവിടെയും കിട്ടത്തില്ല. ഇപ്പോഴും ചിലവരുണ്ട് എബ്രോഡിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടും നാട്ടിൽ പോയി പിന്നെയും പണി ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മതി, സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം സമ്പാദിച്ചു, കൂടുതൽ സമ്പാദിച്ചുകൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഓക്കെ, നമുക്ക് ദൈവം എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സമ്പാദിച്ച് കൂട്ടി വെച്ച് ഇന്ന് നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഈ സമ്പാദ്യം കൊണ്ട് എന്താ യൂസ്, ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് എന്തോ യൂസ്. അപ്പോൾ നമ്മൾ എല്ലാം നോക്കണം. ദൈവം തരുന്ന സമ്പാദ്യം ആണെങ്കിൽ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും അത് എന്തെല്ലാം രീതി ചിലവാക്കണമെന്നും ഒക്കെയുള്ള ഒരു രീതി നമുക്ക് വേണം. കാരണം ഈ കഷ്ടപ്പെട്ട് നമ്മുടെ ആരോഗ്യം കളഞ്ഞ് ഈ നമ്മൾ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം മൊത്തം ഹോസ്പിറ്റലിൽ കളയേണ്ട ഗതികേടാണ് വരുന്നത്. അപ്പം അങ്ങനെ വരാതെ നല്ലൊരു സമയത്ത് നല്ലൊരു ജീവിതം തുടങ്ങാനുള്ള സമയമായെന്ന് തോന്നുമ്പോൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് പറയാൻ നമ്മൾ അതല്ലാതെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലവരുണ്ട് എത്ര സമ്പാദിച്ചാലും മതിയാവത്തില്ല, പിന്നെയും വാരി കൂട്ടുകയാണ്. ഇതിൻ്റെയൊക്കെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മൾ ഇത്രയൊക്കെ സമ്പാദിച്ചു, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോൾ എവിടെ ആണെന്നുള്ളത്. ചിലവരുണ്ട് എത്ര സമ്പാദിച്ചാലും മതിയാവത്തില്ല, എനിക്ക് മറ്റവൻ്റെ അത്രയും പണം വേണം, അല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അത്ര വലിയ വീട് വേണം, അല്ലെങ്കിൽ വലിയ കാർ വേണം. ഇതൊക്കെ നമ്മൾ ദൈവം നമുക്ക് തന്ന ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാതെ നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നമ്മൾ നേരത്തെ ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ പണ്ട് എനിക്ക് എന്താ വരുന്നുണ്ടായിരുന്നു, എനിക്ക് വണ്ടി പോലില്ലായിരുന്നു, സൈക്കിളില്ലായിരുന്നു, ആ ദൈവം എനിക്ക് ഇത്രയൊക്കെ തന്നപ്പം ദൈവത്തിനെ നമ്മൾ നന്ദി പറഞ്ഞ് ഉള്ളതും കൊണ്ട് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും അസുഖങ്ങൾ വന്നു കൂടുക, അല്ലാതെ പണം സമ്പാദിച്ച ഒരു സൈഡിൽ കൂടെ അസുഖങ്ങൾ കൂട്ടിയെടുക്കുന്നു. ആ പണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അതിൽ വല്ല സ്നേഹമോ എനിക്കറിയത്തില്ല. ഇത് കാരണം മക്കള് അപ്പനെ അമ്മയല്ല സ്നേഹിക്കുന്നത്, പണത്തെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ഇത് കാരണം എന്താ നടക്കുന്നത്, ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലും ഒക്കെ കേൾക്കുന്നുണ്ട്. അത് കാരണം നമുക്കറിയാൻ പറ്റുന്നുണ്ട് മക്കൾക്ക് ഇപ്പം സ്നേഹബന്ധങ്ങൾ എന്താണെന്ന് അറിയത്തില്ല. അമ്മ എന്താണെന്നും അമ്മയുടെ ബന്ധം എന്താണെന്നും സ്നേഹം എന്താണെന്ന് അറിയുന്നില്ല. അപ്പൻ ആരാണെന്നും അപ്പന് സ്നേഹം എന്താണെന്നും കാരണം മക്കൾക്ക് പണം മതി.
പണത്തോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെയുള്ളൊരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാതെ സമ്പാദിച്ചത് മതി എന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു വരിക, ഫാമിലിയായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലേ ഒരു കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും നല്ലൊരു തലമുറ നെക്സ്റ്റ് ജനറേഷൻ വാർത്തെടുക്കാനും നമുക്ക് നല്ല കാരണം നാളെ ഒരു നമ്മുടെ മക്കളെ പറ്റി നല്ലത് പറയണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നന്നായാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സലന്റ് പോയിന്റ് ഹൈലൈറ്റ് ചെയ്തു, നല്ലൊരു പോയിന്റ് ആക്ച്വലി ഹൈലൈറ്റ് ചെയ്തു. ഞാൻ എപ്പോഴും പറയും, പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് എന്നുള്ളത് ആക്ച്വലി ഒന്നും വിചാരിക്കണ്ട പ്ലീസ്. സ്ട്രൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ ജിനു മുമ്പിലും പറഞ്ഞു, സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ സംസാരിക്കും. വീടുകൾ പണിയുക കേരളത്തിൽ, വലിയ വലിയ വീടുകൾ, അത് നോക്കാൻ ആരുമില്ല. ഇറ്റ്സ് എ യൂസ്. ഇവിടെ അബ്രോഡിൽ കിടക്കും വീട് പണിഞ്ഞത് കേരളത്തിൽ. വീട് പണിഞ്ഞ് അതിൻ്റെ മോർഗേജ് അടച്ച് അല്ലെങ്കിൽ അതിൻ്റെ ലോൺ അടച്ച് ജീവിതം മൊത്തം കളയാതെ പറ്റുവാണെങ്കിൽ, കടമില്ല, നിങ്ങൾക്ക് കം ബാക്ക് ലിവ് വിത്ത് യുവർ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇവിടുന്ന് കൊണ്ടുപോകാം. എനിവേ ലോകത്തിൽ എവിടെ ആണെങ്കിലും ഒന്നിച്ച് ജീവിക്കാൻ നോക്കുക. ദാറ്റ്സ് ഗുഡ്. ഓക്കെ. പിന്നെ ആ ഒരു ഇതിൽ വെച്ചാൽ എന്നോട് ഇങ്ങനെ തിരിച്ചു പോരാൻ പറഞ്ഞു. അതുപോലെ ഞങ്ങളിങ്ങനെ പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ബേബി ഞങ്ങൾ പിന്നെ 9th മന്ത് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. 9th മന്ത് സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഇവിടുന്ന് കേരളത്തിലേക്ക് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അച്ഛൻ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി എന്തായാലും എൻ്റെ വീട്ടിൽ വെച്ച് നടക്കണം എന്നുള്ള ഇതിൽ ഞങ്ങൾ നാട്ടിൽ പോയി. ഇതുപോലെ ഒക്ടോബർ 12 മിഡ്നൈറ്റാണ് മൂത്ത മോള് ഉണ്ടായത്. അപ്പം മോളുണ്ടാകുന്നതിന് മുമ്പത്തെ കഥ പറയണമെങ്കിൽ ഇവിടെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ഇരുന്നപ്പം ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം നമുക്ക് ആണോ പെണ്ണോ എന്നുള്ളൊരിതില്ല. ഏത് കുഞ്ഞാണെങ്കിലും ദൈവമേ ഒരു ആരോഗ്യത്തിനും ഒന്നും കുറവില്ലാതെ നല്ലൊരു കുഞ്ഞിനെ തരണേന്നേ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അതെപ്പോഴും ഞങ്ങൾ ഇന്ന കുഞ്ഞ് വേണം എന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, വയറ്റിന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എന്തുവാ, എന്നും കിടക്കുന്നതിന് മുമ്പ് സംസാരിക്കുമായിരുന്നു. കുഞ്ഞിനോട് സംസാരിച്ചിട്ടേ കിടക്കത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശീലം അച്ഛനുണ്ടായിരുന്നു. കാരണം ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ പഠിക്കാനായിട്ട് പറ്റുന്നു. അപ്പം അച്ഛൻ ഇങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കാതെ കിടക്കാറില്ലായിരുന്നു. ഒരു ദിവസം എന്തോ ചെറിയ ഞങ്ങൾ തമ്മിൽ ചെറിയ ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ പിണങ്ങി കിടക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പം എനിക്കും ഉറക്കം ശരിക്കും വരുന്നില്ല. കാരണം മിണ്ടിയില്ലെങ്കിൽ എനിക്കും ഭയങ്കര വിഷമമാണ്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞും പറഞ്ഞു കിടപ്പി വയറ്റിൽ കിടന്ന് കുഞ്ഞ് ഭയങ്കര ഡിസ്റ്റർബാണ്. തൊഴിക്കുന്നു, ഇട്ടിക്കുന്നു, ഭയങ്കര ബഹളം. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പം അച്ഛൻ കിടക്കുവാണെങ്കിലും അച്ഛൻ്റെ കൈ എൻ്റെ വയറിൻ്റെ ഭാഗത്തിരിക്കുന്നതുകൊണ്ട് ഇവളുടെ ഫുള്ള് കിക്ക് അച്ഛൻ്റെ കയ്യിലാണ് കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ ലാസ്റ്റിൽ എണ്ണീറ്റിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു നീ ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന്. അപ്പോൾ ഉടനെ അച്ഛൻ ഇവളോട് സംസാരിച്ച് എന്തുകൊണ്ട് എന്നും സംസാരിക്കുന്ന ആ സംസാരം മോള് കേൾക്കാത്തോണ്ടുള്ള ഡിസ്റ്റർബൻസ് ആണ് മൊത്തം കാണിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോഴും അത് ഇവളോട് ഭയങ്കര അച്ഛൻ കുറച്ചു നേരം സംസാരിച്ച് ഉറങ്ങുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ശല്യം ഇല്ലായിരുന്നു കേട്ടോ. അവൾ ഹാപ്പി ആയിട്ട് ഉറങ്ങി. രാവിലെ ഇതുപോലെ ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഇങ്ങനെ ഓർത്ത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് നെക്സ്റ്റ് നാട്ടിൽ പോയി ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബേബി എടുത്ത് മമ്മി ഡാഡിയെല്ലാം എടുത്തിട്ട് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അത് ചെറുതായിട്ട് ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴും അച്ഛനെ മോളെ കാണുമ്പോൾ കളിയാക്കും. ഒക്ടോബർ 12 ചെറിയ മഴയിലുണ്ടായത് അതൊക്കെ ഇങ്ങനെ അവളോട് എപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അന്നേരം ഇവളെ എടുത്ത് അച്ഛനെ ഇതുപോലെ അച്ഛനെ വയറ്റിലുള്ളപ്പോൾ ഇവളെ പേര് വിളിച്ചായിരിക്കും മിനു എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായ? അപ്പം അച്ഛൻ ഫിക്സ് ചെയ്തു, അച്ഛൻ്റെ മൈൻഡിൽ എങ്ങനെ ഫിക്സ് ചെയ്തു മിനു ഇത് മോളുടെ പേരെന്നുള്ളത്. അവളെ കയ്യിലെടുത്തു കഴിഞ്ഞ ഉടനെ അച്ഛൻ മോളെ മിനു എന്ന് വിളിച്ചപ്പോൾ ഉടനെ അവള് കണ്ണു തുറന്ന് അച്ഛനെ നോക്കി. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു അപ്പനും മോളും തമ്മിലുള്ള ആ ഒരു വയറ്റിലുള്ളപ്പം മുതലേ അവള് ഭയങ്കരമായിട്ട് അപ്പനെ അറിഞ്ഞിരുന്നു. ഇതിനാണ് ഞാൻ പറയുന്നത്, ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിനെ കൂടുതൽ അറിയാൻ പറ്റിയത്. അവള് ഇതുപോലെ ഡാഡിയാണെന്നും അപ്പനാണെന്നും അമ്മയാണെന്നും ഇതൊക്കെ ആ വയറ്റിൽ നിന്നേ കുഞ്ഞ് ആ ഒരു റിലേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും അത് കുഞ്ഞും കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. കാരണം ആ ഒരു അമ്മയിലെ ഒരു വിഷമം വന്നാൽ ആ കുഞ്ഞും അത് എഫക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം.
അപ്പം എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. പ്രഗ്നൻസിയിൽ ഭാര്യയെ വഴക്ക് പറയുകയോ അടിക്കുകയോ അല്ലെങ്കിൽ എന്തേലും മനസ്സിനൊരു വിഷമം തട്ടുന്ന രീതിയിൽ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അത് അഫക്റ്റ് ആവുന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഓർത്തിരിക്കണം. ആ സമയത്ത് കുടിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് ഏർപ്പെടുന്നതും തെറ്റാണത്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരാളുടെ എന്താ പറയുന്നത് സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഇഷ്ടം നോക്കിയിട്ട് വേണം എപ്പോഴും ദാമ്പത്യ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ട്. ഏതാണേലും ഇഷ്ടമല്ലാതെ ഫോഴ്സ് ചെയ്യുന്നത് തെറ്റാണ്. അത് ദാമ്പത്യ ജീവിതമാകത്തില്ല അത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടെ ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ എന്താ പറയാനാണ്, മോളുടെ ഓരോ വളർച്ച അവളിങ്ങനെ ചെറിയ ഇപ്പം ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ ഇവിടെ വളർത്താനായിട്ട്. നാട്ടിലാണ് മോളുണ്ടായെങ്കിലും 2 മാസമേ ഞങ്ങൾ അവിടെ നിന്നുള്ളൂ. കാരണം ഒക്ടോബർ ഡിസംബർ ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ക്രിസ്മസ് സമയമല്ലേ, അപ്പോൾ നമുക്ക് ആന്ധ്രയിൽ വരണം, കാരണം അവിടെ ഭയങ്കര ഫസ്റ്റ് ക്രിസ്മസ് ആണ് മോളെ കൊണ്ട്. അപ്പം മോളുണ്ടായി കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ കുടുംബത്തിൽ 3 ആൺപിള്ളേരാണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഉണ്ടായ മോളാണ്. അപ്പം അത് കാരണം എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. ഇവിടെ വന്നു, ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ ആയി. പിന്നെ ഞങ്ങൾ തന്നെയാണ് അവളുടെ ആ ഒരു വളർച്ച കണ്ടു. ഫസ്റ്റ് ടൈം ആരും ഇല്ലാതെ ഞങ്ങൾ അവളെ വളർത്തുന്നതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പേർക്കും ഒരപ്പനും അമ്മയായി, അച്ഛനും അമ്മയായി. എൻ്റെ ഒരു പ്രൗഡ് ഫീലിങ്ങും അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ ഓരോ മൂവ്മെൻറ്റ് ഓരോ വളർച്ചയും ഞങ്ങളിങ്ങനെ നോക്കി കണ്ടൊക്കെ നിന്നു. പിന്നെ അങ്ങനെ ആയി. മോള് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഇങ്ങനെ ഓരോ ക്ലാസ്സിലും പോയിക്കൊന്നു. പിന്നെ നെക്സ്റ്റ് ബർത്ത്ഡേയുടെ ഇത് പറയണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകത വേറെ ഒന്നുണ്ട്. നേരത്തെ അച്ഛൻ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലിയിൽ 2 ജിനു ഉണ്ടെന്നല്ലേ. അപ്പം അച്ഛൻ്റെ രണ്ടാമത്തെ ബ്രദറും ജിനുവാണ്, ഞാൻ വന്നേറി ഞാനും ജിനുവാണ്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട് കല്യാണത്തിന് ശേഷം പേര് മാറ്റിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് ആണോ, കല്യാണത്തിന് ശേഷം പേര് മാറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആരും പേര് മാറ്റാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ വന്നിട്ടില്ല. അതെ, ഡിവൈൻ പ്ലാൻ ആണ്. പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ പേര് ജിനു എന്നാണെന്നുള്ളത്. പിന്നെന്താ പറയാനാണ്, ജിനു അല്ലേ, ആ ജിനു. അപ്പൊ ജിനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ബ്രദർ ജിനു ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്, എൻ്റേത് ഫെബ്രുവരിയിലാണ്. അതും ഒരു ഭയങ്കര ഇതാണ്. നെക്സ്റ്റ് പറയണമെങ്കിൽ അച്ഛൻ്റെ ബ്രദർ വീട്ടിലെ സെക്കൻഡാണ്, ഞാനും വീട്ടിലെ സെക്കൻഡാണ്. ഇത് രണ്ടും നല്ല ഇതിൽ വന്നു. പിന്നെ മോളുണ്ടായി. മോള് ഒക്ടോബർ 12 ആണ്. ഇവിടുത്തെ ഞങ്ങളുടെ പപ്പായുടെ ബർത്ത്ഡേ ഒക്ടോബർ 13. ഒരു ദിവസം വ്യത്യാസത്തിലാണ് ഇവർ ഇതായത്. പപ്പായ്ക്ക് ഇച്ചിരി ഒരു വിഷമം ഉണ്ടായിരുന്നു. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് നോർമലും ഇതായിട്ടുള്ള പെയിൻ അങ്ങനെ വന്നു ഇതായപ്പോൾ ലാസ്റ്റ് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ 12th ചെയ്യേണ്ട വന്നു. ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ കറക്റ്റ് ഞങ്ങളുടെ പപ്പായുടെ ഡേറ്റിൽ മോളുണ്ടായേനെ. അപ്പോൾ ഫസ്റ്റ് ബേബിയും കൂടെ ആയിരുന്നു. പിന്നത്തെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ മോളുടെ സെയിം ഡേറ്റിലാണ് ഇപ്പോൾ ജിനു, അച്ഛൻ്റെ ബ്രദർ ജിനു എന്ന് പറഞ്ഞ ജിനുവിൻ്റെ രണ്ടാമത്തെ മോനുണ്ടായതും ഒക്ടോബർ 12 ആണ്. അപ്പോൾ മോൾക്കൊരു ഹെൽപ്പായി. കാരണം അവൾക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായല്ലോ. അപ്പം ഒക്ടോബർ 12 2 ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ മാർച്ച് വരുന്നതിന് മുമ്പേ വേറൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് പിന്നെ രണ്ടാമതൊരു മോളുണ്ടായി. 7 years കഴിഞ്ഞിട്ട് ഒരു മോള്. അത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു നല്ലൊരു ഇതായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടാമതും കുഞ്ഞ് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആ കുഞ്ഞ് എന്ന് വെച്ചാൽ ആന്ധ്രയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ എത്ര പിള്ളേർ എന്തോ പിള്ളേർ ഇപ്പോൾ നമ്മൾ മോളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരും ചോദിച്ചോണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ആൺപിള്ളേർ വേണം, ഒരു കുടുംബത്തിൽ ഒരാണ് വേണം എന്നുള്ളതാണ് ഈ ആന്ധ്രയിൽ ഒരു പ്രത്യേകത. അത് എനിക്ക് വലിയ ഇതായിട്ട് തോന്നി. ഞങ്ങൾ എപ്പോഴും പ്രൗഡായിട്ടേ പറയാറുള്ളൂ ഞങ്ങൾക്ക് ദൈവം 2 പെൺമക്കളെയാണ് തന്നെന്ന്. അതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ദൈവത്തിന് അറിയാം പെൺമക്കളെ ആർക്ക് കൊടുക്കണമെന്നുള്ളത്. ഏത് പേരൻസിനാണ് പെൺമക്കളെ കൊടുത്താൽ അവർ നല്ല രീതിയിൽ നോക്കും എന്നുള്ളത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് പെൺമക്കളെ കൊടുക്കുന്നത്. അത് കാരണം പെൺമക്കളുള്ള ഒരു അച്ഛനും അമ്മയും വിഷമിക്കേണ്ട. ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതും അറിയാം, പെൺമക്കൾ ഏറ്റവും കൂടുതൽ പേരൻസിനെ നോക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്. പണ്ടായിരുന്നു പെൺമക്കളെ കെട്ടിച്ചുവിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം പെൺമക്കള് സ്വന്തം കാലിൽ അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു, സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. നമുക്കിപ്പം പെൺമക്കളെയും കൂടെ ടെൻഷനില്ല.
നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാന്ന് പറഞ്ഞാൽ പോലും പെമ്മക്കളെ ഒന്ന് കരയാനെങ്കിലും കൂടെ കാണും എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഒരു രണ്ടാമത് ഇതുപോലെ ഞാൻ ക്യാരിങ് ആയപ്പം എല്ലാവരും പറഞ്ഞു ആ കുഞ്ഞാ അതാ ഇതാ ഇങ്ങനെ കുറേ പറഞ്ഞു. നമുക്കും അന്നേരം ദൈവമേ ആണാന്നേലും പെണ്ണാന്നേലും ഒരു അംഗവൈകല്യം ഒരു അസുഖം ഇല്ലാത്ത കുഞ്ഞിനെ തരണേന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അന്നും ഇതുപോലെ തന്നെ കുഞ്ഞിനെ ഞാൻ വയറ്റിലുള്ളപ്പോൾ അച്ഛനെ കുഞ്ഞിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അവളോട് സംസാരിക്കുമായിരുന്നു, ഇതെല്ലാം ചെയ്യുമായിരുന്നു. മൂത്ത മോളോട് എന്തെല്ലാം ചെയ്തോ ആ സെയിം തന്നെ കുഞ്ഞിനോടും ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസം നമ്മൾ ചെയ്യാറില്ല. കാരണം നമുക്കങ്ങനെ മൂത്തതും ചെറുത് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേപോലെ ഞങ്ങൾ നോക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മാർച്ച് 26 ഞങ്ങൾക്ക് രണ്ടാമത് ഒരു മോളുണ്ടാവുകയാണ്. ആ മോക്ക് റിനു എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആണാന്നേലും പെണ്ണാന്നേലും റിനു ഓക്കെ, രണ്ടും ഒരേ. റിനു എന്ന് പറഞ്ഞാൽ ആൺപിള്ളേരുടെ പേരും ഉണ്ട്, പെൺപിള്ളേരുടെ പേരും. പക്ഷെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തു മിനു ആണെങ്കിൽ നെക്സ്റ്റ് റിനു, അതും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ പേരിൽ തന്നെ റിതമുണ്ട്, വിനു, ജിനു, മിനു, റിനു, അങ്ങനെ റിതമിക്കായിട്ടാണ് പേരും പോകുന്നത്. അപ്പം റിനുമോളെ ഞങ്ങൾ ആന്ധ്രയിൽ തന്നെയാണ് ഡെലിവറി നടന്നത്. അപ്പം ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒരു 3-4 months ഞങ്ങൾക്ക് റിനുമോളെ കഴിഞ്ഞപ്പം പ്രസവം കഴിഞ്ഞപ്പോൾ നോക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൂത്ത ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയുടെ കെയറിങ് ആയിരുന്നു. അവളെ നോക്കാനും എടുക്കാനും കെയർ ചെയ്യാനും അവൾക്ക് ഒരു എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ്. കാരണം വീട്ടിൽ വേറെ ഒരു കൂട്ടമൊക്കെ ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ മുഖം കണ്ടിട്ടും അടുത്ത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അനിയത്തിക്കുട്ടിയെ കിട്ടി. പിന്നെ അവളെ ഒരുക്കുന്നതും അവളുടെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ മൂത്ത മോള് തന്നെയായിരുന്നു. അങ്ങനെ ഈ മാർച്ച് 26 ഒരു പ്രത്യേകതയുണ്ട്. മാർച്ച് 26 ഈ കുടുംബത്തിൽ വേറെ 2 ബർത്ത്ഡേസും കൂടെ ഉണ്ട്. ഒന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ മാർച്ച് 26 ആണ്. അപ്പം അപ്പൻ്റെയും ഇളയ മോടെയും ബർത്ത്ഡേ ഒരു ദിവസം വന്നു. അതേപോലെ ഞങ്ങളുടെ ഇവിടുത്തെ ഇളയ അനിയൻ്റെ ഭാര്യ ബിന്ദിയയുടെ ബർത്ത്ഡേയും മാർച്ച് 26 ആണ്. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ 3 ബർത്ത്ഡേസ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് മാർച്ച് 26. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ പറയണമെങ്കിൽ രണ്ടാമത്തെ അനിയത്തി മാർച്ച് 4 ആണ്. മാർച്ച് 4 അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ മാർച്ച് 4 ആണ്. അപ്പം ഇങ്ങനെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഒരു കേൾക്കാനും പറയുമ്പോൾ നല്ലൊരു രസമാണ് എങ്ങനെ ഇങ്ങനെ ഒത്തു വന്നു എന്നുള്ളത്. പിന്നെ എന്താണ് അങ്ങനെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പം മൂത്ത മോള് 9th രണ്ടാമത്തെ മോളിപ്പം 3rd. രണ്ടുപേരും സത്യം പറയുകയാണെങ്കിൽ ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ മക്കളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് ഒന്നും അവർ ചെയ്തിട്ടില്ല. അവരവരുടെ രീതിയിൽ കളിക്കുക, പഠിക്കുക. നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്ത് പറഞ്ഞിട്ടില്ല. നോക്കിയും കണ്ടും ചെയ്യാനായിട്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മൂത്ത മോള് പേപ്പർ വായിക്കുന്നത്. കാരണം അച്ഛന് ഞാൻ പറഞ്ഞു പേപ്പറിൽ നല്ല ഇതാണ്, പേപ്പർ വായിക്കണം. അതുപോലെ തന്നെ ഭയങ്കര പേപ്പർ വായിക്കുന്ന രീതി കണ്ടുവെച്ച് മൂത്ത മോൾ ഇത് തന്നെ സെയിം ആണ്. ഇപ്പോൾ ഇളയ മോളും തുടങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഫാമിലി ഇത് പേപ്പർ വായനയാണ് കേട്ടോ. കാരണം നല്ല കാര്യങ്ങൾ. പിന്നെ എന്താണ്, അതിൽ നിന്ന് നല്ല അറിവുകളാണ് കുഞ്ഞുങ്ങൾക്ക്. നല്ല വൊക്കാബുലറി, അതുപോലെ ചില വേർഡ്സ് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ഡിക്ഷണറി എടുത്ത് നോക്കുക, അതിൻ്റെ മീനിങ്സ്. ഇതൊക്കെ ഒരാൾ ചെയ്യുന്നു. ഇപ്പോൾ ചേച്ചി ചെയ്യുന്ന കണ്ടിട്ട് അനിയത്തിക്കുട്ടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വീട്ടിൽ വേറെ കാര്യം പറയണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും കുഞ്ഞുങ്ങൾ ഹെൽപ്പ് ചെയ്യും. അവർ കിടക്കുമ്പോൾ ബെഡ് ടൈം സ്റ്റോറി ബുക്ക് വായിക്കാതെ കിടക്കത്തില്ല. ഇതൊന്നും ഞങ്ങൾ പറഞ്ഞല്ല ആക്ച്വലി. അതേപോലെ എഡ്യൂക്കേഷനിൽ അവർക്ക് ഇതുവരെ ഞങ്ങൾ ട്യൂഷൻ വെക്കാനുള്ള അവസരം വന്നിട്ടില്ല. അത് സേവിങ് ആയിട്ട് എനിക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ കാരണം സേവിങ്. അത് ട്യൂഷൻ വെക്കാൻ ഇട വന്നിട്ടില്ല. അതേപോലെ എല്ലാ കാര്യത്തിലും ഡിഫറെൻറ്റ്. ഇവിടുത്തെ ആന്ധ്ര ആർട്ട് ആൻഡ് കൾച്ചറിൽ അവർ ഇപ്പോൾ രണ്ടുപേരും കൂച്ചിപ്പുടി ഡാൻസ് പഠിക്കുന്നുണ്ട്. ആന്ധ്രയിലെ ഫേമസ് ഡാൻസ്. നാട്ടിൽ ഭരതനാട്യം അമ്മ കൊടുത്തു, ഇവിടെ കൂച്ചിപ്പുടി ഡാൻസ് പഠിക്കുന്നുണ്ട്. മാസ്റ്റർ വീട്ടിൽ വരും. ചെസ്സ്, പിന്നെ റൂബിക്സ് ക്യൂബൊക്കെ അവർ ഓൺലൈനിൽ കണ്ട് സോൾവ് ചെയ്യാൻ പഠിച്ചു. പിന്നെ മൂത്ത മോള് എഴുതാൻ തുടങ്ങി. കുറച്ചൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ ആർട്ടിക്കിൾസ് വരുന്നു. രണ്ടാമത്തേത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർട്ടിക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആർട്ടിക്കിൾ എഴുതുന്ന കാര്യം പറയണമെങ്കിൽ അച്ഛൻ ഇതുപോലെയാണ്.
അച്ഛൻ്റെ എനിക്കിവിടെ ഒരു ആൽബം പോലെ എടുത്തു വെച്ചായിരുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കാണിച്ച ഫസ്റ്റ് അതാണ്. കാരണം അച്ഛന് ആർട്ടിക്കിൾ ന്യൂസ് പേപ്പർ ഡെക്കൻ ക്രോണിക്കിൾ ഇതുപോലെ അച്ഛൻ എപ്പോഴും റിപ്പോർട്ടേഴ്സ് എപ്പോഴും അച്ഛനോട് ചോദിക്കുന്നത് എന്താണ് സാർ ഇപ്പോൾ ഇനി ഇടേണ്ടത്, നെക്സ്റ്റ് ഇതിലിടണം, എന്തെഴുതണം എല്ലാം അച്ഛനാണ് പറഞ്ഞു കൊടുക്കുന്നത്, എഴുതുന്നതൊക്കെ. ഇപ്പം നമ്മൾ നാട്ടിലോട്ട് വെക്കേഷന് പോവുകയാണെങ്കിൽ പോലും പറയും സാർ നിങ്ങൾ പോയാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ വേണമെന്ന് പറയും. അച്ഛൻ അതിന് നാട്ടിലാണെങ്കിൽ പോലും ഒരുപാട് ടച്ചിലാണ്. പിന്നെ 10th കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇതുപോലെ അച്ഛൻ എഴുതിയത് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ അച്ഛനൊരു ഇതാണ്. കാരണം ആർട്ടിക്കിൾ എഴുതുന്ന കാര്യത്തിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് തന്നെ മോക്കും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ആർട്ടിക്കിൾ പോലും ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ. അത് ഞാൻ എഴുതിയ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇത്ര വർഷം കഴിഞ്ഞത് ട്രൂത്ത് ആയി എന്നുള്ള. ആക്ച്വലി അത് ഞാൻ അന്ന് രാമജന്മഭൂമി ഇഷ്യൂ ഫസ്റ്റ് എഴുതിയത്. അന്ന് ഞാൻ എഴുതിയത് രണ്ടുപേർക്ക് ഈക്വൽ ആയിരിക്കണം, രണ്ടുപേരും ബ്രദേഴ്സായിട്ട് ജീവിക്കണം, മതത്തിൻ്റെ ഭേദമില്ലാതെ ജീവിക്കണം എന്ന് അന്ന് ഞാൻ എഴുതിയ ആർട്ടിക്കിൾ. എൻ്റെ ഒരു ഫോട്ടോ, ചെറിയ മീശൊന്നും ഇല്ലാതെ ചെറിയ പയ്യൻ്റെ ഫോട്ടോ അന്ന് പബ്ലിഷ് ആയിരുന്നു. അത് ഭയങ്കര സക്സസ് ആയി, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് ഇന്ന് ഇപ്പം അത് ട്രൂത്തായി. ആക്ച്വലി ഞാൻ അന്ന് എഴുതിയ ആർട്ടിക്കിൾ ആക്ച്വലി റിലീജിയസ് ടോളറൻസ് ആയിരുന്നു എൻ്റെ ഒരു മെയിൻ തീം അന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ഒത്തിരി ആർട്ടിക്കിൾസ് എഴുതി, ഒത്തിരി ഇൻ്റർവ്യൂസ് ഉണ്ട്. സോ അങ്ങനെ ഒരു മീഡിയയോട് എനിക്കൊരു ക്രേസ് ഉള്ള കാരണം പിന്നെ ഞാൻ സൈക്കോളജിയുടെ പഠനം കഴിഞ്ഞ് പിന്നെ ജേർണലിസം വെറുതെ എടുത്തു. ആക്ച്വലി വെറുതെ ജേർണലിസം പഠിച്ചെന്നേ ഉള്ളൂ. പിന്നെ MBA കഴിഞ്ഞു, ജേർണലിസം എടുത്തു, പിന്നെ സോഷ്യോളജി എടുത്തു. മെയിൻ കൗൺസിലിങ്ങും കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലേക്കാണ് ഞാൻ തിരിഞ്ഞേക്കുന്നത്. ആക്ച്വലി ഞാൻ ഓൾ ഓവർ ഇന്ത്യ കറങ്ങി കോർപ്പറേറ്റ് ട്രെയിനിങ്സ് എടുക്കും. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്, നല്ല ഡിമാൻഡുണ്ട്. മെയിൻ നമ്മുടെ തീം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടുതലും കൗൺസിലിംഗ്. നമുക്ക് ഫോൺ വരുമ്പോൾ കൗൺസിലിംഗ് വേണമെന്ന് പറയുമ്പോൾ ഫാമിലി പ്രോബ്ലം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി പ്രോബ്ലം ആരെങ്കിലും ഫോൺ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അറിയാമോ, ഒരേ ഒരു തീം അതിൽ ഫാമിലീസ് യുണൈറ്റ് ചെയ്യാനുള്ള അവസരം ദൈവം എന്നിൽ ത്രൂവിൽ തരുന്നല്ലോ. ഡിവൈഡ് ആവുന്ന ഫാമിലീസ്. ഈ അടുത്തിടെ വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ 25 വർഷം ദാമ്പത്യ ജീവിതം കഴിഞ്ഞവർക്ക് ഡിവൈഡ് ആവണം, മോളെ എന്നെ വിളിച്ചത്. സോ അങ്ങനെയുള്ള ഫാമിലീസിനെ നമ്മൾ യുണൈറ്റ് ചെയ്യാനുള്ള അവസരം ദൈവം തരുന്നു എന്നുള്ള ഒരിത്. കാരണം എൻ്റെ മെയിൻ തീം ബ്രോക്കൺ മാരേജസ് കാണുള്ളൂ. ഞാൻ പണ്ടൊരു ഗമ്മിൻ്റെ പരസ്യം കണ്ടു, ഒരു അഡസീവ് ഗമ്മിൻ്റെ പരസ്യം, സ്റ്റിക്സ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട്സ്. എന്ത് രസമുണ്ട് കേൾക്കാൻ തന്നെ. സ്റ്റിക്സ് എവറിത്തിങ്, അ ഗ്ലൂ ഓർ ഗം വിസേ. അത് നമ്മുടെ ജ്വല്ലറി പൊട്ടിയാലോ അല്ലെങ്കിൽ മാല പൊട്ടിയാലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പൊട്ടിയാലോ ഉൾപ്പെടെ എല്ലാം സ്റ്റിക്ക് ചെയ്യും. ഇറ്റ് സ്റ്റിക്സ് എവറിത്തിങ് എക്സെപ്റ്റ് ബ്രോക്കൺ ഹാർട്ട്സ്. അതിൻ്റെ പരസ്യം അതായിരുന്നു. ഭയങ്കര സൂപ്പർ പരസ്യമായിരുന്നു. പക്ഷേ എൻ്റെ ഇതെന്ന് പറയുന്നത് ഐ ഫിക്സ് എവറിത്തിങ്. ബ്രോക്കൺ ഹാർട്ട്സിനെ പോലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം ഫാമിലീസ് യുണൈറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരേ ഒരു ഇത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ പ്രീച്ച് ചെയ്യുന്നുള്ളൂ. അതേപോലെ അത് കഴിഞ്ഞ് ജിനു മെഡിക്കൽ ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നു, മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. എന്നാലും ജിനുവിനെ ഞാൻ പിന്നെ മോട്ടിവേറ്റ് ചെയ്ത് സൈക്കോളജി പഠിപ്പിച്ചു. ജിനു ഭയങ്കര അഗേൻസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജിനു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ജിനുനെ ഞാൻ വിട്ടു പഠിപ്പിച്ചു. ജിനു സൈക്കോളജിയിൽ ഒരു ഡിഗ്രി എടുത്തു. ജിനു എന്നെ ഹെൽപ്പ് ചെയ്യും. കൗൺസിലിങ്സ് വരുമ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വരും, ജിനു എൻ്റെ കൂടെ എപ്പോഴും കാണും ആ കാര്യത്തിൽ. സോ ജിനുവിൻ്റേതെന്ന് പറഞ്ഞാൽ ജിനുവിനെ കുറിച്ച് പറഞ്ഞു വന്നാൽ ജിനു ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഷീ പ്രൊസീഡ്സ് ഫോർവേഡ്. ആദ്യമൊക്കെ വലിയ കുക്കൊന്നും അല്ലായിരുന്നു, ഇപ്പം നല്ലൊരു കുക്കായി മാറി. സത്യം പറഞ്ഞാൽ ആദ്യത്തെ കുക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുക്കറി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, എന്താ ചെയ്യണമെന്ന് പോലും അറിയാത്തൊരു ആളായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ അച്ഛനെ ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്യും. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇപ്പോഴും പറയും, അമ്മോ ചിക്കൻ കറി എനിക്കേ തിന്നുമ്പോൾ എന്തോ പോലും. പക്ഷെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ അവനെ ഒന്നും പറയത്തില്ല. കൊള്ളാം, ഇച്ചിരി വേണമായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയത്തുള്ളായിരുന്നു. ചിക്കൻ കറി എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ വിളിച്ച് ചോദിക്കും, മമ്മി പറഞ്ഞത് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് കുക്കറിൽ ഇട്ടിട്ട് വിസിലടുപ്പിച്ച് കഴിയുമ്പോൾ എന്തുവാ, ചാറിന് നല്ല ടേസ്റ്റാണ്, പക്ഷെ പീസിനൊന്നും ടേസ്റ്റ് കാണത്തില്ല. പീസ് ഇങ്ങനെ ബോയിൽ പോലെ എടുത്ത് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് കൊള്ളത്തില്ലല്ലോ. പക്ഷെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ടായത്. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ അച്ഛന് പിന്നെ എനിക്ക് ഇതുപോലെ അച്ഛന് ഇങ്ങനെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പർ കട്ടിങ്ങും അതുപോലെ കുക്കറി ബുക്സ്
ഇഷ്ടം പോലാണ്. പല വെറൈറ്റി കുക്കറീസിനുള്ള ബുക്സ് എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ബുക്ക് ചെയ്ത് എനിക്ക് തന്നു. പിന്നെ ഞാൻ ദിവസവും ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ പിന്നെ വെറൈറ്റി ബിരിയാണീസാണ് വീട്ടിൽ. പിന്നെ എന്താ സ്നാക്സ് ഐറ്റംസ് ഇങ്ങനത്തെ ഉള്ള പരിപാടികളായിരുന്നു പിന്നെ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടത്. അങ്ങനെ പിന്നെ എനിക്ക് കുക്കറിയിലോട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ എനിക്കിപ്പോൾ ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഞങ്ങളുടെ വീട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചെയ്ത ബിരിയാണി പിന്നെ ചെയ്തിട്ടില്ല. അതാണ് മെയിൻ ആയിട്ട്. കാരണം ചെയ്ത ബിരിയാണി തന്നെ പിന്നെ ചെയ്ത് എന്തെങ്കിലും വെറൈറ്റി ചെയ്യാനായിട്ട് നോക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴും. കാരണം നമ്മളെപ്പോഴും ഹോട്ടലിൽ പോയി ഇരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിലും വീട്ടിൽ ഇരുന്ന് ടൈം എടുത്ത് എൻജോയ് ചെയ്ത് തിന്നുന്ന എനിക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. ഹോട്ടലിൽ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പോഴേ എല്ലാവരുടെ മുഖം അങ്ങ് മാറും. കാരണം അവിടെ പോയി പയ്യനെ തിന്നണം എല്ലാവരും നോക്കി അവരെങ്ങനെ സ്പൂണും കൊണ്ട്. വീട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല. എല്ല് കടിക്കാം, അവിടെ പോയിരുന്ന എല്ല് കടിക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റും. ഈവൻ വീട്ടിലാണെങ്കിൽ ബിരിയാണി കഴിച്ചാൽ കൈ നക്കത്തില്ലേ? അവിടെയൊക്കെ ഹോട്ടലിൽ പോയിരുന്ന അതങ്ങനെ ചെയ്യാൻ പറ്റും. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയിരിക്കുക, അല്ലാതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരിരിക്കുന്ന പോലെ നടക്കുന്ന കാര്യം. പിന്നെ ഫുഡ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പാർട്ടീസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യും. ആക്ച്വലി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, കുറെ ആംഗ്ലോ ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. സോ അവിടുത്തെ അവരുടെ കൾച്ചർ അറിയാമല്ലോ, ആംഗ്ലോ ഇന്ത്യൻ ഫ്രണ്ട്സിന്റെ കൾച്ചർ അതൊരു മിക്സഡ് കൾച്ചറാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കുഞ്ഞുങ്ങൾ ട്രഡീഷണൽ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നു, അതേപോലെ വെസ്റ്റേൺ ഡാൻസിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടീസൊക്കെ നടക്കുമ്പോൾ ഇറ്റ് വിൽ ബി ബാങ്ക്ഡ് പാർട്ടീസ്, ഫുൾ വോള്യൂം പാർട്ടീസ് ആയിരിക്കും. വി എൻജോയ് എ ലോട്ട്. കപ്പിൾസ് എല്ലാം ഡാൻസ് ചെയ്യും. വി ഓൾ ഡാൻസ് ടുഗെദർ. ഓൾവേസ് ഡാൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു സൈക്കോളജിക്കൽ ഹാപ്പിനെസ് തരുന്ന സാധനമാണ്. ഞാൻ ഇപ്പോൾ എപ്പോഴും പറയുന്നത് കപ്പിൾസ് ഇഫ് പോസിബിൾ ഡാൻസ് ചെയ്യും. സത്യം പറഞ്ഞാൽ കപ്പിൾസ് ഡാൻസ് എന്ന് പറഞ്ഞാലും ഇപ്പോഴും ചിലവരുണ്ട് എന്നുവെച്ചാൽ പിള്ളേരുടെ മുന്നിൽ വെച്ച് ഡാൻസ് ചെയ്താൽ പിള്ളേരെന്ത് വിചാരിക്കും, ഭാര്യ. ഞാൻ ചോദിക്കട്ടെ, നമ്മള് പിള്ളേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെല്ലാം ഹൈഡ് ചെയ്ത് നമ്മളെന്താ? ഞാൻ പറയുന്ന ഒരു അപ്പനും അമ്മയും കൂടി ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടോ? അത് കുഞ്ഞുങ്ങൾക്കെന്ന് വെച്ചാൽ അവർക്ക് ഇനി മുമ്പോട്ടുള്ള ജനറേഷൻ അവർ കല്യാണം കഴിച്ച് അവരുടെ ഫാമിലിയിൽ എത്തുമ്പം എൻ്റെ അപ്പനും അമ്മയും എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ആ രീതി നോക്കിയാണ് കുഞ്ഞുങ്ങൾ അവരുടെ ആ കെട്ടിച്ചുവിട്ട വീട്ടിലേക്ക് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി ഇരിക്കുന്നത് ചിലരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു ഗെയിം, കപ്പിൾ ഗെയിം ഒക്കെ വെക്കുവാണെങ്കിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മുമ്പിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ ഇതെന്തോ പിള്ളേർ നിൽക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, കപ്പിൾ ഗെയിം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഒരു വൾഗറും ഞാൻ കാണില്ല, കപ്പിൾസാ നിൽക്കുന്നത്. അത് ഇപ്പം വലിയൊരു ഇപ്പൊ ഞാൻ ചോദിച്ച ടിവിയിൽ എന്തെല്ലാം ബലൂൺ പൊട്ടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൂടെ നിന്ന് ബലൂണും രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ബലൂൺ ഗെയിം ആയിരിക്കും. എത്ര നേരം വൈഫിനെ ഹസ്ബൻഡ് എടുത്തോണ്ട് പേപ്പർ ഇട്ടിട്ട് അതില് ചെറിയ ചെറിയ ഇതാക്കും, ഓരോ ഗെയിംസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്ര ഇതല്ലാത്ത വലിയ വലിയ ആൾക്കാരൊക്കെയാ, പക്ഷെ അവരുടെ മനസ്സിപ്പോഴും ചെറിയൊരു ഇതാണല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് വെച്ചാല് കാരണം എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മക്കൾ ടി വി കാണാറില്ലേ? നിങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്നല്ലേ ടി വി കാണുന്നത്? അതിനകത്തൊന്നും ഒന്നും നിങ്ങൾ കാണുന്നില്ലേ? അതോ എന്തെങ്കിലും ഒരു സീൻ വരുമ്പോൾ നിങ്ങൾ അത് കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും റിമോട്ട് കയ്യിലാണോ? അല്ലല്ലോ, സീൻ മൊത്തം കുഞ്ഞുങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഒരു അപ്പനും അമ്മയും കൂടി ഇരിക്കുന്നുണ്ടോ, അവർ സംസാരിക്കുന്നുണ്ടോ, ഒന്ന് കൈ തോളെ കൂടെ ഇട്ടുകൊണ്ടോ കെട്ടിപ്പിടിച്ചോണ്ടോ, ഇതൊന്നും ഒരു തെറ്റുമല്ല. ഇത് ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മക്കളുടെ മുന്നിൽ നിന്ന് ഒരു പാട്ട് വെച്ച് അമ്മയും അപ്പനും ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. ഇതൊക്കെ ഏതോ വലിയ പാപമാണെന്ന് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കറിയത്തില്ല, അവർക്ക് അത് പാപമായിട്ട് തന്നെ ഇരുന്നോട്ട്. പിന്നെ നമുക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു എനർജിയുമാണ്. അതുമല്ല നമ്മുടെ വീട്ടിലൊരു സന്തോഷം, കുഞ്ഞുങ്ങൾക്ക് അതിൽ അമ്മയും അപ്പനും ഹാപ്പി ആണല്ലോ, ആ ഒരു ഫീലാണ് മെയിൻ കൊണ്ടുവരുന്നത്. അല്ല ദിവസം മുഖത്തോട് മുഖം നോക്കാതെയും മുഖം വീർപ്പിച്ചും മാറിയിരുന്നു അപ്പനൊരു ഭാഗത്ത് അമ്മയൊരു ഭാഗത്ത് മക്കളൊരു ഭാഗത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പാട്ട് വെക്കുക. ഉള്ളത് ഒരേ ഒരു ജീവിതം, അതിങ്ങനെ അങ്ങ് നശിപ്പിച്ച് കളയാതെ സന്തോഷത്തോടെ ദൈവം തന്ന നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം, അത് നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അത് എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാത്തവർ
സെയിം ലൈഫ് ലീഡ് ചെയ്യുക, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതേപോലെ ഞങ്ങള് വേറൊരു പ്രത്യേകത ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ബിക്കോസ് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽസ് നോക്കി നടക്കുന്ന ആൾക്കാരെ ആക്ച്വലി റിച്ച്നെസ് അല്ല, ആക്ച്വലി പൈസ ഒത്തിരി ഉണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ, ബട്ട് വി വോണ്ട് ടു എൻജോയ്. ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ, ഹിന്ദു ഫെസ്റ്റിവൽ, മുസ്ലിം ഫെസ്റ്റിവൽ എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. വിളിച്ചാൽ പോവും. ഞങ്ങളെ ആരും വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവരെ വിളിക്കും. ഈവൻ കല്യാണത്തിനൊന്നും പോലും ഞാൻ ദിവാലിയൊക്കെ നല്ല റേഞ്ചിൽ സെലിബ്രേറ്റ് ചെയ്യാൻ, ബാച്ചലർ ലൈഫിൽ പോലും ഞാൻ ബാക്കിയുള്ള ഫാമിലീസിനെ വിളിച്ച് നമ്മുടെ വീട്ടിൽ അത് സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ആ ട്രഡീഷൻ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടും സെയിം തന്നെയാണ്. ഞങ്ങള് ദീപാവലി ആട്ടെ, ഏത് ക്രിസ്മസ് ആട്ടെ, ന്യൂ ഇയർ ആണ്, അല്ലെങ്കിൽ പൊങ്കലാണ്, എന്ത് ഫെസ്റ്റിവലും ആണെങ്കിലും ഞങ്ങൾ റംസാന് എല്ലാ ഫെസ്റ്റിവലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇന്ന ആൾക്കാരുടെ ഫെസ്റ്റിവലായിട്ട് നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടുന്നുണ്ട്. അവർക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതാണ്, ജാതി മതം ഒക്കെ പറഞ്ഞാണ് വഴക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതില്ല. എല്ലാ മതക്കാരുടെയും ഫെസ്റ്റിവൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം പൊങ്കലിൻ്റെ ഫെസ്റ്റിവലായിരുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ സൈഡിൽ തമിഴ് ഫാമിലീസാണ് നമുക്ക് വന്നേക്കുന്നത്, നെയ്ബേഴ്സ്. അപ്പോൾ അവർ ഓൾറെഡി എൻ്റെ മിൽക്ക് വാമിങ് സെറമണിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് പൊങ്കലിന് ഊണ്. അപ്പോൾ ഞങ്ങൾ ആ ട്രഡീഷൻ എൻജോയ് ചെയ്തായിരുന്നു. അവരുടെ രീതിയിൽ തന്നെ അച്ഛൻ മുണ്ട് കൊടുത്ത്, ഞാൻ സാരി കൊടുത്ത്, ഏത് ട്രഡീഷൻ ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി അവരുടെ ആ ഒരു ഫുഡ് എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ട്രഡീഷനും നമ്മൾ ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളെ അറിയിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു കാര്യം പറയണമെങ്കിൽ, അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞാൽ മലയാളം എഴുതാനൊന്നും അറിയത്തില്ലെന്ന്, എഴുതാനും വായിക്കാനും ശരിക്കും അറിയത്തില്ല, ജസ്റ്റ് പറയും. അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ പറയാം മലയാളം അറിയത്തില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് പക്ക മലയാളത്തിൽ പറയുന്നൊക്കെ പറയാറുണ്ട്. പറയും കേട്ടോ, മലയാളം പറയും. ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എന്നെക്കാട്ടിലും കൂടുതൽ നല്ലപോലെ മലയാളം അച്ഛൻ പറയുന്നുണ്ട്. കാരണം ഞാനും മലയാളത്തിൽ കുറച്ച് വീക്കായിരുന്നു. വെച്ചാൽ ഞങ്ങൾ നോർത്തിൽ പഠിച്ച് കുറച്ച് പിന്നെ വന്ന് കേരളത്തിൽ സെറ്റിലായി. അപ്പോൾ അങ്ങനെ മലയാളം എഴുതും വായിക്കുമെങ്കിലും ചില അക്ഷരങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത്, അവരും കേരളത്തിൽ മലയാളി പിള്ളേരാണ്, അപ്പം മലയാളം അറിഞ്ഞിരിക്കണം, നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നമ്മുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം എന്നൊരു ഇതിൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പം ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങൾ മലയാളം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം ഇളയ കുഞ്ഞ് അന്ന് 1ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, അവൾ ചെറിയ കുഞ്ഞാണ്. മൂത്ത മോളന്ന് 7th പഠിക്കുന്നത്. അപ്പം അവൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവൾക്കും മലയാളം പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആശാൻ പള്ളിക്കൂടത്തിലാണ് വിട്ടത്. സത്യം പറഞ്ഞാൽ അവരെയും അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം മോള് 7ലാണേലും അവള് ആദ്യത്തെ ദിവസം പോയി, 2ാമത്തെ ദിവസം പോയി, അങ്ങനെ പോയി അവളും ഇൻട്രസ്റ്റോടുകൂടി പഠിച്ചു. അപ്പോൾ അവൾ വന്നിട്ട് ഞങ്ങളോട്, അമ്മേ അവിടെ ഒരാൾ വന്നമ്മേ, കാരണം ഈ ഫുഡ് കൊടുക്കുന്ന സമയമല്ലേ, അപ്പോൾ അവരിങ്ങനെ നോക്കാൻ പറ്റും എത്ര കുട്ടികൾ അവിടെ ഉണ്ടെന്നുള്ളത്. അവരുടെ ഓഫീസിൽ നിന്നപ്പോൾ ഒരു അങ്കിള് പറഞ്ഞമ്മേ ഇത്രയും വലിയ കൊച്ചവിടെ ആശാൻ പുള്ളിക്കൂടത്തിൽ പഠിക്കുന്നു ഞങ്ങൾ അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വീട്ടിൽ വന്ന് ഞങ്ങളോട് ഈ തമാശ വന്ന് ചിരിച്ചു. പക്ഷേ ആ പോയ അത്ര ദിവസങ്ങൾ ഫുള്ള് മലയാളം മൂത്ത മോൾ പഠിച്ചെടുത്തു. ഇളയ കുഞ്ഞാണെങ്കിൽ അവളും പഠിച്ചു, അക്ഷരങ്ങളെല്ലാം പഠിച്ചെങ്കിലും പിന്നെ അവൾ തിരിച്ച് ആന്ധ്രയിൽ വന്നിട്ട് ഇവിടുത്തെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് അത് കൺഫ്യൂഷൻ ആകണ്ടായല്ലോ, കാരണം കുഞ്ഞ് 1ാം ക്ലാസ് കഴിഞ്ഞല്ലോ. അവളും ഒരു 6th 7th ആകുമ്പോഴത്തേക്ക് അവളെയും മലയാളം ഒന്നുകൂടെ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കണം ഉണ്ട്. അപ്പോൾ മൂത്ത മോള് എന്താ പക്ക മലയാളം മൊത്തം അക്ഷരങ്ങൾ അവൾ എഴുതാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അവൾ തന്നെ സ്വന്തമായിട്ട് സ്റ്റോറീസ് എഴുതാനായിട്ട് മലയാളത്തിൽ ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ജിനൂസ് ഫാഷൻ എന്നുള്ള ചാനലിൽ മലയാളം എഴുതുന്നത് തംബ്നെയിൽസിൽ മോളുടെ ഹെൽപ്പ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അവള് പറഞ്ഞു, കാരണം എന്താ വെച്ചാൽ അവൾക്ക് പറ്റാത്തത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബുഷ്രയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിളിച്ച് ചോദിക്കും. അവൾ എത്ര ബിസി ആണെങ്കിലും എനിക്ക് തംബ്നെയിൽസിൽ മലയാളത്തിൽ എഴുതാനുള്ള ക്യാപ്ഷനൊക്കെ ഞങ്ങൾ മലയാളം പറഞ്ഞ് വോയിസ് കൊടുക്കും, അവൾ മലയാളത്തിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തരുന്നത്. അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി സഹായങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ നമ്മുടെ ഈ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ജിനു ഇവിടെ വന്ന ജിനു കുക്കിംഗ്, ഞാൻ പറഞ്ഞു ജിനു കുക്കിങ്ങിനോടുള്ള പാഷൻ ജിനുന്
പയ്യനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഒരു കാര്യം, എനിക്ക് കോഫി ഇപ്പോഴും ഇടാൻ അറിയത്തില്ല കേട്ടോ. ഇറ്റ്സ് വെരി ട്രൂ, വെരി ട്രൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 6 വർഷം ഒറ്റയ്ക്കല്ല, 6 വർഷം ഒറ്റയ്ക്ക് ആവശ്യമെങ്കിലും ഞാൻ പുറത്ത് കഴിക്കുമോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി വീട്ടിൽ കഴിക്കുമായിരുന്നു. അത് കാരണം ഇതുവരെ അമ്മ കുക്ക് ചെയ്യാൻ ഒട്ടും നമുക്ക് ആ എഫേർട്ട് വെച്ചിട്ടില്ല. ഒത്തിരി സ്നേഹമായിട്ട് അമ്മ എന്നെ നമ്മൾ നോക്കിയുണ്ട്. ആ ഒരു ട്രബിൾ എന്താ പപ്പയും അമ്മയും ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കിയുണ്ട്. നമുക്കതൊന്നും ഇതായില്ല. എവറിത്തിങ് വാസ് ദിയർ. അത് കാരണം ജിനുവിനോട് ഞാൻ പയ്യനെ എൻകറേജ് ചെയ്ത് ജിനുവിന് പേപ്പർ ക്ലിപ്പിങ്സ് കൊടുത്തു. അന്നത്തെ കാലത്ത് അങ്ങനെ തുടങ്ങിയതാണ് കുക്കറിയൊക്കെ. അപ്പോൾ ജിന്നോട് പല തെലുഗു ചാനൽസ്, എനിക്ക് മീഡിയ കോൺടാക്ട്സ് ഉണ്ട്, തെലുഗു ചാനൽസ് പല ചാനൽസ് വന്ന് ജിന്നോട് പറഞ്ഞു നിങ്ങളുടെ കുക്കറി ഷോ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ജിന്നു ഭയങ്കര പേടിയായിരുന്നു. ജിന്നുനന്ന് ജിനു ഭയങ്കര ഷൈ ടൈപ്പായിരുന്നു, ഇൻട്രോവേർട്ട്. അത്ര ഇൻട്രോവേർട്ട് ആയിരുന്നു ജിനു. ഷീ നെവർ ഷോസ് ഓഫ് ഫേസ്. ഈവൻ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് വലിയ ക്രിബൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ജിനു സംസാരിക്കത്തില്ലായിരുന്നു. അതുപോലത്തെ ജിനു ഇന്ന് ജിനൂസ് പാഷൻ എന്ന് പറഞ്ഞ ഒരു സക്സസ്ഫുൾ ചാനൽ റൺ ചെയ്ത് എനിക്ക് ഭയങ്കര അത്ഭുതം. ആക്ച്വലി റിയലി ഇറ്റ്സ് വണ്ടർ. ജിനു നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് ആൾക്കാർ. ജിന്നുടെ ക്ലാസ്മേറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, ജിനു നീ ഷൈ ആയിട്ടുള്ള ജിനു, നീ എങ്ങനെ ഈ ചാനൽ ഇത്ര ഇതായിട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് എന്റെ സൈഡിൽ ഇരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ആരോടും വലിയ സംസാരിക്കത്തില്ല. എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇത്രയും മാറിയത്. കാരണം അച്ഛന് ഞാൻ പറഞ്ഞു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റാണ്. അപ്പം മാറിയില്ലെങ്കിൽ എല്ലാവരും അച്ഛനെ തന്നെ കളിയാക്കും. പക്ഷെ അങ്ങനെ മാറ്റിയതല്ല, എൻ്റെ ഓരോ ഇൻട്രസ്റ്റ് കണ്ടും എന്നിൽ പറഞ്ഞു തന്നും എന്നെ ഇൻട്രസ്റ്റ് ആക്കി, അങ്ങനെയാണ്. അല്ലാതെ ഫോഴ്സ് ചെയ്ത് ഒരിക്കലും എന്നെ ഒരു കാര്യം ചെയ്യിച്ചിട്ടില്ല. നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യുക എന്നേ എന്നോട് പറയാറുള്ളൂ. അപ്പം ഞാൻ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചെയ്താൽ കൊള്ളാം. ഇപ്പം ചില സമയത്ത് ആലോചിക്കും, നേരത്തെ പറഞ്ഞപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിലത് നമ്മളെ ഓരോന്ന് നമ്മളെ ചെയ്യിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മൾ മടി കാണിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ കൂട്ടി ഇങ്ങനെ ലേറ്റ് ആകണ്ട. കാരണം ഈ അവസരങ്ങൾ പിന്നെയും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2006 കല്യാണം കഴിച്ചാണ്. അന്നേരം പോലെ അച്ഛൻ എനിക്കിങ്ങനെ പേപ്പർ ക്ലിപ്പിങ്സും അതും ഇതും ഞാനിങ്ങനെ വെറൈറ്റീസ് ചെയ്യുമായിരുന്നു. അന്നൊന്നും അച്ഛനെ എന്നെ ഫോഴ്സ്, കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ ആ സമയമല്ലേ, അപ്പം ഫോഴ്സ് ചെയ്യുന്ന രീതി ആകുമോ എന്നുള്ളൊരു ചെറിയൊരു ടെൻഷനായിരുന്നു. അത് കാരണം അച്ഛൻ എന്നോട് അധികം അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഈ റീസെൻ്റ് ആയിട്ടാണ്, ഈ 1 വർഷം മുമ്പാണ് എന്നോട് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാൽ കൊള്ളാമല്ലോ. പിന്നെ എനിക്കൊരു പേടിയായിരുന്നു, കാരണം എനിക്കിങ്ങനെ ഈ വീഡിയോയും ക്യാമറ ഇതൊന്നും ഞാനങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിസ്മസ് ക്രിബ് വെച്ചാൽ പോലും മീഡിയ ആൾക്കാർ വന്ന് മാഡം പറയാൻ പറഞ്ഞാൽ പോലും ഞാൻ അവിടെ നിന്ന് ഓടുമായിരുന്നു. ഞാൻ അച്ഛനോട് നേരത്തെ പറയും, ഇവർ വരുവാണെങ്കിൽ എന്നെ വിളിക്കരുതേ, ഞാൻ കിച്ചണിൽ എവിടെയെങ്കിലും കാണുമ്പോൾ എന്നെ ഓടുമായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇല്ല വിളിക്കത്തില്ല, ജസ്റ്റ് ഫോട്ടോയ്ക്കെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേച്ച് അവർ മൈക്ക് കൊണ്ടുതരും. എന്നെ ഒന്നും പറയണ്ട, ആ സമയത്ത് എൻ്റെ ഒരു ആ ടെൻഷന് പിന്നെ എന്നെ കൂടെ പറയിപ്പിച്ച് നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ഒരു പേടി മാറാൻ തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ അവർ തെലുങ്കിൽ ഓരോന്ന് ചോദിക്കും, അതങ്ങനെ തെലുങ്കി പറ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് കുറച്ചൊക്കെ പേടി മാറി. അത് കഴിഞ്ഞാണ് അച്ഛൻ ഇങ്ങനെ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് വീഡിയോ പോലും ഫേസ് കാണിക്കാൻ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ ഫേസ് കാണിച്ചത് കാരണം എനിക്ക് അറിയത്തില്ല, എനിക്ക് പേടിയാണ് പറഞ്ഞു. ഓക്കെ ഫസ്റ്റ് വീഡിയോ നീ അങ്ങനെ ഇടാൻ പറഞ്ഞു. പിന്നെ സെക്കൻഡ് വീഡിയോ മുതൽ ഫേസ് കാണിച്ച് അങ്ങനെ കുറച്ച് നേരത്തെ പണ്ടുള്ള വീഡിയോയെക്കാട്ടിലും കുറച്ചുകൂടെ ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോഴും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള ജേർണിയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും ബ്ലസ് ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ ഫാമിലി ലൈഫ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ കുക്കറൊന്നും ചെയ്യത്തില്ല, അതൊരു വെക്കാൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുണ്ട്, കാരണം എന്ന് വെച്ചാൽ നാടൻ കുക്കറീസ് എപ്പോഴും നമുക്ക് ഇഷ്ടംപോലെ ചാനൽസിലുണ്ട്. നമുക്ക് എപ്പോൾ നോക്കിയാലും നാടൻ കുക്കറീസ് കിട്ടും. അപ്പോൾ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്യൂഷൻ ആയിട്ടുള്ളത്, വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ, കോംബോ അങ്ങനത്തെ ഉള്ള റെസിപ്പീസാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. മെയിൻ അതെല്ലാം എൻ്റെ അച്ഛൻ്റെ ഐഡിയാസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മി ചിലപ്പോൾ വിളിക്കുമ്പോൾ ഇത് എവിടുന്ന് അടി ഇതൊക്കെ കിട്ടുന്നത്? ചില സമയത്ത് നിങ്ങളുടെ കുക്കറിയുടെ പേരൊക്കെ കേൾക്കുമ്പോൾ എന്നോട് ചോദിക്കും ഇതൊക്കെ എവിടുന്നാണ് ഞാൻ കിട്ടുന്നത്? 6 തലയിൽ ഇറങ്ങിയാൽ ചേച്ചി വിളിക്കുമ്പോഴും ചോദിക്കും ഇത് 6 തലയിലെ ഐഡിയാസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം അച്ഛൻ്റെ ഐഡിയ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ നോ പറയും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛൻ എപ്പോഴും പറയും നിനക്ക് എപ്പോഴും ഉണ്ട്, ഞാൻ വല്ലതും പറഞ്ഞു നോ പറഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്തുള്ളൂ എന്ന് പറയാൻ. അത് ക്ലിക്ക് ആവുകയും ചെയ്ത് എന്നോട് പറയുകയും ചെയ്യും.
അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ തരുന്ന അച്ഛനാണ്. ഞങ്ങൾ എപ്പോഴും കോപ്പി ചെയ്ത് ഇടുക അങ്ങനെ ഒരു ഇതില്ല. കാരണം നമുക്കൊരു ഐഡിയാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ എക്സ്പെരിമെന്റ് ചെയ്യും. ആക്ച്വലി ഞങ്ങളുടെ ഫുഡ് ലാബിൽ ഞങ്ങൾക്ക് ഒരു ഫുഡ് ലാബാണ്, ഞങ്ങൾ അതിൽ എക്സ്പെരിമെന്റ് ചെയ്യും, ചെയ്തിട്ട് ഞങ്ങൾക്ക് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. കാരണം വെറുതെ ഒരാളുടെ കുക്കറി കണ്ടിട്ട് അത് കോപ്പി ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അത് ഒരാളെ കളിപ്പിക്കുന്ന രീതിയാവും. നമ്മൾ അങ്ങനെയല്ല, നമ്മളെപ്പോഴും ചെയ്ത് ഓക്കെ സർട്ടിഫൈ, വീട്ടിലെല്ലാവരും സർട്ടിഫൈ ചെയ്ത് ഞങ്ങൾ അപ്പുറത്തെ നെയ്ബേഴ്സിനും കൊണ്ട് അവരെല്ലാം സർട്ടിഫൈ ചെയ്തതിന് ശേഷമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാമത് ആ ഒരു റെസിപ്പി നമുക്ക് യൂട്യൂബിലേക്ക് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുക്കറീസ് പോകുന്നത്. പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുക്കറീസ് പേര് തന്നെ നല്ല വെറൈറ്റി പേരുകളാണ് ഡിഷസിൻ്റെ പേര്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ആ ഡിഷസ് ഒക്കെ നോക്കാമെങ്കിൽ വാങ്ങിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ, കാരണം വെച്ചാൽ അത് കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് വാങ്ങിച്ച് വെറുതെ പൈസ പോകുമല്ലോ എന്നുള്ള ടെൻഷനാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്ത് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് എൻ്റെ റെസിപ്പിയിലെല്ലാം വലിയ വലിയ ഹോട്ടൽസിലുള്ള മെനൂസിലുള്ള റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ എഡിറ്റിംഗ് എവിടെ കോംപ്രമൈസ് ആണല്ലോ ഞങ്ങളുടെ വീഡിയോയിൽ. എഡിറ്റിങ്ങും ടൈറ്റിലിങ്, സബ് ടൈറ്റിലിങ് ഇതെല്ലാം പ്രത്യേക കെയർ എടുക്കും. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഈ ചിനു, മിണ്ടാത്ത ചിനു 3 ചാനൽ റൺ ചെയ്യുന്നുണ്ട്. മലയാളം ജിനൂസ് പാഷൻ, തെലുഗു ജിനൂസ് വേൾഡ്, ജിനൂസ് വേൾഡ് തെലുഗു, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്. അത് പഠിച്ചു. കുറച്ച് വ്യത്യാസമൊക്കെ കാണും, ഒത്തിരി ടേക്സ് എടുക്കേണ്ടി വരും. ആ ടേക്സ് എടുക്കുമ്പോഴും ഞാൻ എൻ്റെ പേഷ്യൻസ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ച് എപ്പോഴും പറയും എൻ്റെ പേഷ്യൻസ് അറിയണമെങ്കിൽ ജിനുവിൻ്റെ തെലുഗു ചാനലിലോട്ട് വരണം. കാരണം എന്ന് വെച്ചാൽ തെലുഗു എനിക്ക് ഇവിടെ 14 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷമാണ്. ഇത് നമുക്ക് അങ്ങനെ സംസാരിച്ചുള്ള അങ്ങനെ ഒരു ആന്റി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആന്റി ഇവിടുന്ന് പോയി. സ്ത്രീലിംഗം പുല്ലിംഗം ഇച്ചിരി വ്യത്യാസം ഇവിടെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ആയിട്ട് കൊടുക്കും. ആണുങ്ങൾക്ക് ഒരു റെസ്പെക്ട് ഫീലിംഗിൽ സംസാരിക്കും, പെണ്ണുങ്ങൾക്ക് ഒരു റെസ്പെക്ട്. അവിടെ വരുമ്പോൾ എനിക്ക് തെറ്റി. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ആണുങ്ങൾക്ക് പ്രത്യേക റെസ്പെക്റ്റും പെണ്ണുങ്ങൾക്ക് ഈ റെസ്പെക്ട് എന്ന് പറഞ്ഞ് സംസാരിക്കാറില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആണുങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, അവർക്ക് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കണം. ആ പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ ആ രീതി വേറെയാണ്. പിന്നെ അങ്ങനെ കുറെ ഇതുണ്ട് സംസാരത്തിൽ. ഈ തെലുങ്ക് എടുക്കുമ്പോൾ ചില മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമായിരിക്കും. ബിക്കോസ് അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ജിനു ഇട്ടിട്ട് പോകുന്നുള്ള പേടി. കാരണം ജിനു മലയാളം നല്ല ഫാസ്റ്റ് ചക്കാന്ന് പറയാൻ തുടങ്ങി, പറയും നല്ല ഹാപ്പി ആയിട്ട്. പക്ഷെ തെലുങ്ക് പറയുമ്പോൾ ജിനു എങ്ങാനും നിർത്തുമോ എന്നുള്ള പേടിയിൽ ജിനുവിനെ നമ്മൾ പാമ്പർ ചെയ്ത് ഗുഡ് ജോബ് ബെറ്റർ ട്രെയിൻഡ് അല്ലയോ, ഒരു പ്രൊഫഷൻ നമ്മുടേതല്ലേ. പിന്നെ നമ്മൾ ഫീഡ്ബാക്കും തംസ് അപ്പും കൊടുക്കുമ്പോൾ ജിനു ഒന്ന് മോട്ടിവേറ്റ് ആവും. മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നാളെ എന്നെ പൊക്കിക്കൊണ്ടിരുന്നത് വെറുതെ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഒരു സ്ട്രാറ്റജി ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ ഇതാ പറഞ്ഞു, നത്തിങ് ടു ഹൈഡ്, എവറിത്തിങ് ഓപ്പൺ. അപ്പൊ അങ്ങനെ ജിനുവിനെ പയ്യനെ പാമ്പർ ചെയ്ത് തെലുങ്ക് എടുക്കും. പിന്നെ തെലുങ്ക് ചില സമയത്ത് ഓവർ ഹെഡ് വോയിസും തെലുങ്കിൽ ചിലത് മൂത്ത മോളെ കൊണ്ട് കൊടുപ്പിക്കും. കാരണം വെച്ചാല് സമയം തികയത്തില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ. അപ്പൊ മോളോട് പറയുമ്പോ അവളാണ് നല്ല ഹാപ്പി ആയിട്ട്. മൂത്ത മോൾ നല്ലപോലെ ഡബ് ചെയ്യും, നല്ലപോലെ. ഇളയ മോക്ക് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര ആകാംക്ഷ. ഇരുന്ന് എഡിറ്റിംഗ് കണ്ട് അവള് ചില സമയത്ത് കറക്ഷൻ ഒക്കെ പറയും. അപ്പൊ അവള് എഡിറ്റിംഗിലോട്ട് ഇച്ചിരി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയാം അവളും ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ട് എഡിറ്റിംഗിലേക്ക്, നോക്കി നോക്കി പഠിക്കുന്നുണ്ട് കുഞ്ഞ്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ ആബ്സല്യൂട്ട് ഫ്ലേവേഴ്സ്. കേട്ടോ, ടൈറ്റിലാണ് നോക്കിയാൽ ബെസ്റ്റ് ഫ്ലേവേഴ്സ്. അതൊരു ഇംഗ്ലീഷ് ചാനലുണ്ട്. ഇതേ കുക്കറീസും അതേപോലെ ആംഗ്ലോ ഇന്ത്യൻ കുക്കറീസും അല്ലാതെ തെലുങ്ക് വരുന്ന എനിക്ക് ഇടയ്ക്ക് കേട്ടോ, പോർച്ചുഗീസ് കുക്കറീസ്, ഇങ്ങനെ കോണ്ടിനെന്റൽ കുക്കറീസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ ആബ്സല്യൂട്ട് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ചാനൽ കൂടെ ഉണ്ട്. അത് ജിനു ആ മൂത്ത മോളും ഡയറക്റ്റ് ലൈവ് അവർ രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അതങ്ങനെ പോകുന്നു. അങ്ങനെ 3 ചാനൽസ് ജിനു ചെയ്യുന്നുണ്ട്. ജിനുവിന്റെ ചാനൽസ് ഒന്നുകൂടെ ജിനൂസ് പാഷൻ, നമ്മളിപ്പോൾ കാണുന്ന ചാനൽ ജിനൂസ് വേൾഡ് തെലുഗു, ആബ്സല്യൂട്ട് ഫ്ലേവേഴ്സ് ഇംഗ്ലീഷ്. ഇങ്ങനെ 3 ചാനൽസ് ജിനു ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ വരുവാണെങ്കിൽ ഇതൊരു യൂട്യൂബ് ഫാമിലി എന്നാണ് ഞങ്ങളെ പറയുന്നത്. ഞങ്ങളെല്ലാവരും കളിയാക്കുന്ന ഒരു മെയിനായിട്ട് യൂട്യൂബ് ഫാമിലി എന്നാണ്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി എനിക്ക് 3 എണ്ണം പറഞ്ഞു. അച്ഛന് തെലുങ്കിൽ ഇവിടെ തന്നെ 3 ചാനൽ അച്ഛനുണ്ട്. അത് അച്ഛനെ തെലുഗു ഇംഗ്ലീഷ്. ഒന്ന് മോട്ടിവേഷണൽ, ഒന്ന് ജനറൽ. തെലുഗില് ജനറൽ ഇഷ്യൂസ്. ഞാൻ പറഞ്ഞ ഒരു ആക്ടിവിസ്റ്റ് കൂടിയാ. ഞാൻ പറഞ്ഞില്ലേ ഒരു ആക്ടിവിസ്റ്റ് കൂടി. എന്ത് അന്യായം നടന്നാലും ഒന്നും ചോദിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാ. പേടിയെന്ന് പറയുന്നില്ല.
കാരണം ഡിസ്ട്രിക്ട് ഓഫീഷ്യൽസിന് എല്ലാവരോടും ഞാൻ റിലേഷൻ ചെയ്യും, അവരോട് PR ഉണ്ട്. അത് കാരണം ഞാൻ എന്ത് നടന്നാലും, ഉദാഹരണത്തിന് എനിക്ക് ഫ്ലെക്സ് റോഡിൽ കിടന്ന് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളുടെ ഈ സിറ്റിയിൽ ഫ്ലെക്സ് മാറ്റാൻ കാരണം ഞാൻ ഒരു ഫ്ലെക്സ് കെട്ടിയ ഉടനെ ഫോട്ടോ എടുക്കും, കമ്മീഷണറിന് അയക്കും, അല്ല മുനിസിപ്പാലിറ്റിക്ക് അയക്കും. വൈ ദിസ് ഫ്ലെക്സ് ഷുഡ് ബി. അത് ഫ്ലെക്സ് കെട്ടുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് പൊല്യൂഷനെ, ഒന്ന് പിന്നെ അത് കഴിഞ്ഞ് കത്തിക്കും, ഡേഞ്ചറസ് ഹെൽത്ത് ഹസാർഡ് ഉണ്ട്. പിന്നെ ആന്ധ്രയിൽ പൊളിറ്റീഷ്യൻസിന് ഫ്ലെക്സ് എന്ന് പറയുന്നത് OCD ആണ്, ഓബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞോട്ട് ഓബ്സസീവ് ഫ്ലെക്സ് ഡിസോർഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് സ്ട്രീറ്റ് കോർണേഴ്സിൽ കെട്ടും, നമ്മൾ തിരിയുമ്പോൾ കാണത്തില്ല. സൈഡ് ബ്ലോക്ക്, ഇങ്ങനത്തെ പല ഇതുമുണ്ട്. അത് കാരണം നമ്മൾ ഫ്ലെക്സ് ഇങ്ങനെ ഒരു ഐറ്റം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാം അതിന് വേണ്ടി ഒരു ചാനൽ റൺ ചെയ്യുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസിന് ഒന്ന് മോട്ടിവേഷനിലെ, ഒന്ന് ജനറൽ ടോക്സ് കൊടുക്കാൻ. ഇങ്ങനെ അത് സമയം കിട്ടുന്നില്ല ഇപ്പം, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ കാരണം. അത് കഴിഞ്ഞുള്ള ചാനൽസ് പിന്നെ മൂത്ത മോളുടെ ഒരു ചാനലുണ്ട്. അവൾക്ക് എന്ന് വെച്ചാൽ അവളുടേതായിട്ട് ചെറിയ ക്രാഫ്റ്റ് ആയിട്ടാണെങ്കിലും പിന്നെ സ്പീച്ചസ്, ഇതെല്ലാം മോട്ടിവേഷണൽ സ്പീച്ച്, ഇതെല്ലാം ഐ ആം മിനു എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മോളൊരു ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അത് നല്ല ചാനലാണ്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങളും ചില സ്പീച്ചുകളും കുറേ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വിട്ടുകൊടുക്കുമോ നമ്മുടെ ഇളയ ആള്, അത് മോക്കുണ്ട് ഒരു ചെറിയ ചാനല് ഐ ആം മിനു എന്ന് പറയുമ്പോൾ ഐ ആം റിനു എന്ന് പറഞ്ഞൊരു ചാനൽ ഇളയ മോക്കുണ്ട്. അവൾക്കും അവളുടേതായ ഏജിലുള്ള കാര്യങ്ങളൊക്കെ, അവളും ക്രാഫ്റ്റും അവളുടെ സ്പീച്ചസും ഒക്കെ അവളും അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളെല്ലാരും ഒരു യൂട്യൂബ് ഫാമിലി. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്, എല്ലാരും യൂട്യൂബ് ഫാമിലി നല്ല ക്രെഡിബിൾ ആയിട്ട് ചെയ്യുന്നു പറയുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം കേൾക്കുന്ന ഞാനാ നോക്കണേ. ശരി കേട്ടോ, അതൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അച്ഛൻ മോട്ടിവേറ്റ് ചെയ്യും, പറയും ചാനൽ ടോപ്പിക് ഇതാ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യും, മുമ്പോട്ട് പോകണോ, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വേണോ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. ആ മോട്ടിവേഷനിൽ പെട്ടെന്നായിരിക്കും ഒരു വീഡിയോ എടുക്കും, പിന്നെ അനക്കം കാണത്തില്ല. നെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ പോകണം, പുഷ് ചെയ്യണം, പുറകെ കൂടെ പോയി പുഷ് ചെയ്യാതാലേ പോകത്തുള്ളൂ. സ്ക്രിപ്റ്റോ ടോപ്പിക്കോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ചീത്ത വിളിയാ, എല്ലാവരും മോൾ ഫാമിലി. ഞാൻ മിണ്ടത്തില്ല. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പോളിസി 2021 പോളിസി, ഒരു ടോപ്പിക് ഒരു പ്രാവശ്യം പറയത്തില്ല, വേണമെങ്കിൽ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുന്നു, അവർക്ക് വേണമെങ്കിൽ ദേ ആർ ഡൂയിങ് ഇറ്റ്. സോ അങ്ങനെ എല്ലാം ഒരു ഇതാ പറഞ്ഞത്, ഫാമിലി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഫാമിലി. ഫാമിലി തന്നെ വേറെ എവിടെയില്ല. സോ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പം ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു നല്ല കാര്യം പറയാൻ എനിക്ക് തോന്നുന്നു. ഹോമിൻ്റെ ഹൗസിൻ്റെ വ്യത്യാസം അറിയാം നിങ്ങൾക്ക്? ഹോമിൻ്റെ ഹൗസിൻ്റെ വ്യത്യാസം ഒരു കാര്യം, നമ്മൾ എത്ര ഹൗസസ് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. പൈസ ഉണ്ടോ, തിരുവനന്തപുരത്ത്, ദുബായില്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ, ഗോവയിലോ, മുംബൈയിലോ, ഇവിടെ ഹൗസസ് ബിൽഡ് ചെയ്യാം. പക്ഷെ ഒരേ ഒരു ഹോം ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ കുടുംബമായിട്ടിരിക്കുന്ന ഹോം എന്ന് പറയുന്നത്. ഹൗസസ് എത്ര വേണം കൺസ്ട്രക്ട് ചെയ്യാം. എല്ലാവരും ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യാൻ ഡ്രീം ചെയ്യും. ഞാൻ പറഞ്ഞ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യാൻ ഡ്രീം ചെയ്യാറ്. ഹോംസ്, ബിൽഡ് ഹോം. ഹോംസ് അല്ല, ഹോം. എസ് മാറ്റ്, ഹോം. ബിൽഡ് എ ഹോം. ഹോം ഈസ് എ പ്ലേസ് വേർ യു പീപ്പിൾ ലിവ് ടുഗെദർ. എൻജോയ് ചെയ്ത്, ഷെയർ ചെയ്ത്, ചിരിച്ച്, തമാശ പറഞ്ഞ്, സ്ട്രെസ്സ് കളഞ്ഞ്, ഒന്നിച്ചിരുന്ന് TV കണ്ട്. ഇത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ പോലെ മൈക്രോ ഫാമിലീസായി. പിന്നെ നമ്മൾ ആ ഫാമിലീസ് പിന്നെ ഡിവൈഡ്, എല്ലാ റൂമിലും ടെലിവിഷൻ. നിങ്ങളുടെ എല്ലാ റൂമിലും ടെലിവിഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈവനിങ് TV ടൈം എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുക. അതേപോലെ ഒന്നിച്ചിരുന്ന് കഴിക്കുക, സംസാരിക്കുക, ഷെയർ ചെയ്യുക, അപ്രിഷിയേറ്റ് ചെയ്യുക. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ലൈഫ് പാർട്ട്ണറിനെ എപ്പോഴെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ദിവസം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട, ഒരു കറി കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് പാർട്ട്ണർ ചെയ്ത നിങ്ങളുടെ ലൈഫിലുള്ള, ഇപ്പം ഞാനൊരു വീഡിയോയ്ക്ക് ഒരു ഐഡിയ കൊടുത്ത ഉടനെ ഇവർ ആദ്യം നമ്മളോട് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ നമ്മളോടൊന്ന് പിന്നെ പറയും പയ്യനെ നല്ല ഐഡിയ ആയിരുന്നു. ദിസ് ഇസ് കോൾഡ് അപ്രിസിയേഷൻ. എക്സ്പ്രസ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞു, ലിസൺ ടു യുവർ പാർട്ട്ണർ. ഇതൊക്കെ ഉള്ളു നമ്മളെ ജീവിതത്തിൽ പറയാനുള്ളത്. ഫാമിലിയിൽ എപ്പോഴും ഞാൻ പറയുന്നത്, ഒരു ഫാമിലി നമ്മൾ വൈഫും ഹസ്ബൻഡും മാത്രമല്ല, കുഞ്ഞുങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്യുക, അവരോടൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. എത്ര ബിസി ആണെങ്കിലും കുറച്ച് നേരം അവരോടൊപ്പം കളിക്കുക, ഒപ്പം ഇരുന്ന് TV കാണാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ചാൽ വേറെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കൂടാണ് ഇരിക്കുന്നത്.
അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുക. നമ്മളുടെ ആ സെൽഫോണും മൊബൈൽ ലാപ്ടോപ്പുകളൊക്കെ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് കുടുംബമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുക, കുടുംബമായിട്ട് ഇന്ന് കഴിക്കുക, സംസാരിക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഒരു ലൈഫ് ഹാപ്പി ആയിട്ട്. ഈ പറയുന്ന നമ്മൾ പോലും എൻ്റെ പ്രൊഫഷനും പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞ് പല ദിവസം ഞാൻ എപ്പോഴും പറയും മക്കളിങ്ങനെ സിനിമ കാണാൻ വിളിക്കുന്ന ചില സമയത്തൊക്കെ നമ്മൾ ഈ ടെൻഷനിലായിരിക്കും. എഡിറ്റിങ്ങിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പം ബേസ്റ്റ് ആവും. നിങ്ങൾ പോയി കാണാം ഇങ്ങനെ പറയും. പിന്നെ ഇരിക്കുമ്പോൾ ഓർമ്മ പക്ഷെ അത് പറഞ്ഞ് ശരിയായില്ലല്ലോ. കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ പറയുന്നത് അവര് നമ്മളെ കൂടെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂട്ടത്തിൽ കാണണം. അല്ലാത്ത പക്ഷം പിന്നീട് അവർ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന കേട്ടില്ല നമ്മൾ വിഷമിക്കേണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്യാൻ. അതേപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഫാമിലി വേറെ 2 ഈക്വലാ നോക്കണം. ആൺകുഞ്ഞുണ്ടെങ്കിൽ സ്പെഷ്യൽ, പെൺകുഞ്ഞുണ്ടെങ്കിൽ സ്പെഷ്യൽ. അതേപോലെ ഒരു മലയാളം സിനിമ ഉണ്ടല്ലോ ആക്ച്വലി, അത് ആ സിനിമ നമുക്ക് പറഞ്ഞാൽ ജയറാമിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ആക്ച്വലി. എന്തായിരുന്നു അപ്പുവിന്റെ വീട്, റൈറ്റ്? അപ്പുവിന്റെ വീട്. ആ ഒരു മൂവി സത്യം പറഞ്ഞാൽ അത് എന്ത് കറക്റ്റ് അന്ന് എടുത്ത മൂവി എന്ന് ഓർത്താണ് ആക്ച്വലി. ആ മൂവി കാണാത്തവരൊന്ന് കാണും ആക്ച്വലി. അണ്ടർസ്റ്റുഡ്? അത് കാണേണ്ട ഒരു സിനിമ തന്നെ ആക്ച്വലി. ബേബി പിള്ളേരെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ബേബിയോട് നിനക്ക് എന്നെ വേണ്ട, സെക്കൻഡ് ബേബി മതി, ഇനി അവളെ അലാളിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ തമാശക്കായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതി, കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത്. ഇപ്പം തന്നെ മാർക്ക് വാങ്ങിച്ചാലും ഒരിക്കലും വീട്ടിൽ തന്നെ കമ്പയർ ചെയ്യരുത്. ചേച്ചി വാങ്ങിക്കുന്ന കണ്ടില്ലേ അതുപോലെ നീ വാങ്ങിക്കും, പറ്റത്തില്ല. കാരണം 2 കുഞ്ഞുങ്ങളും ഒരേ ഇതിൽ വരണമെന്നില്ല. ഒരാൾക്ക് ഓരോ ടാലൻ്റ് ആയിരിക്കും, വേറൊരാൾക്ക് ഒരു ടാലൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ 2 കുഞ്ഞുങ്ങളെ നമ്മൾ ഒരേപോലെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഒരു കുഞ്ഞിന് IAS ആണായിരിക്കും, ഒരു കുഞ്ഞിന് കളക്ടറാണ്, ഒരു കുഞ്ഞിന് ഡോക്ടറാണെന്നായിരിക്കും. ഇങ്ങനെ ഓരോ വ്യത്യാസമുള്ളവരായിരിക്കും. പക്ഷെ നമ്മളിപ്പം എല്ലാ കുഞ്ഞിനെയും ഒരേപോലെ IAS ആക്കണമെന്നോ അല്ലെങ്കിൽ 2 പേരെയും ഡോക്ടർ ആക്കണമെന്നോ നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ നോക്കുക, എൻകറേജ് ചെയ്യുക. നമ്മുടെ കുഞ്ഞിന്റെ ടാലന്റ് എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, അതിലേക്ക് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ്. അല്ലാതെ ഒരു കുഞ്ഞിന്റെ ടാലന്റ് പുറത്തുള്ള ഏതെങ്കിലും കുഞ്ഞിന്റെ ടാലന്റ് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞിനെ ഇട്ട് ഫോഴ്സ് ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ, ഈ ഫോഴ്സ് ചെയ്യുന്ന പേരൻസ് നിങ്ങൾ എന്തുകൊണ്ടായില്ല? പിന്നെ ഉണ്ടല്ലോ അപ്പന്മാർക്ക് അമ്മമാർക്ക് ചെയ്യാൻ പറ്റാത്തത് കുഞ്ഞുങ്ങളെ അത് ചെയ്യരുത്. അതൊരിക്കലും തെറ്റാണത്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന്, എന്തോ ടാലന്റ്, എത്രമാത്രം പഠിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് നമുക്കറിയാം. ആ കുഞ്ഞിനെ ആ കഴിവിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലാതെ അതിനെ ഫോഴ്സ് ചെയ്തും വഴക്ക് പറഞ്ഞും പ്രഷർ ചെയ്തും ചെയ്യുന്നതിനെക്കാട്ടിലും അവരുടെ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളൊന്ന് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല ഒരു ഫാമിലിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ കിട്ടുന്ന സമയം കുഞ്ഞുങ്ങളുമായിട്ട് എൻജോയ് ചെയ്യുക. ഗാർഡനിങ്, അതുപോലെ ക്രാഫ്റ്റ് വർക്കായിട്ട്, പിന്നെ വീട്ടിലെ ചെറിയ ചെറിയ പണികളിൽ അവരെ ഏർപ്പെടുത്തുക. വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു കുക്കറിയിൽ അവരെ കൂടെ ഹെൽപ്പിന് വിളിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളോടൊപ്പം ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ ഞങ്ങളുടെ 15 years ഓഫ് ഹാപ്പി മാരീഡ് ലൈഫ് ആക്ച്വലി. ഞാൻ പറയുന്നത് ലൈഫ് ഈസ് നോട്ട് എ പാത്ത് ഓഫ് റോസസ്, സംടൈംസ് ദെർ വിൽ ബി തോൺസ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള വേറൊരു ഫാമിലിയെ കണ്ട് അസൂയപ്പെടാതെ, അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്കും അങ്ങനെ ആകാൻ പറ്റും. ഓൺലി തിങ് ഈസ് ചേഞ്ച് ഓഫ് മൈൻഡ്. നമ്മൾ ആലോചിക്കുന്ന വിധം ദാറ്റ് ഷുഡ് ചേഞ്ച് ഹൗ യു തിങ്ക്. ആ ടണൽ വിഷൻ മാറ്റി സ്ട്രൈറ്റ് വിഷൻ നോക്കുക. ഞങ്ങൾ പറഞ്ഞു ഒരു ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസും എല്ലാം ഉണ്ട്. ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വഴക്കുകളുണ്ട്. ഇതില്ലാതെ ഒരു ഫാമിലി ഹാപ്പി ആയിട്ട് പോകത്തില്ല. പിന്നെ ചിലരോ ഞങ്ങളുടെ വീട്ടിൽ വഴക്കേ ഇല്ല, ഞങ്ങൾ ഇങ്ങനെ പറയുന്ന ഫാമിലി ഞാൻ പറയാം കള്ളത്തരങ്ങളാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിലും വഴക്കില്ലാതെ ഒരു ഫാമിലി ഇല്ല. എത്ര സന്തോഷം എന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യരാകുമ്പം എങ്ങനെയും ചെറിയ വിഷയത്തിനെങ്കിലും വഴക്കിടാതിരിക്കാറില്ല. അപ്പം വഴക്കുള്ളിടത്തേ സ്നേഹമുള്ളൂ, പിണക്കമുള്ളിടത്തേ സ്നേഹമുള്ളൂ. ഈ ഒന്ന് പിണങ്ങുമ്പോഴേ ഉള്ളൂ ആ ഒരു വിഷമം അറിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ സ്നേഹം കൂടാനായിട്ട്. അപ്പം വഴക്കും സ്നേഹവും എല്ലാം ഉണ്ടെങ്കിലേ ഒരു ഫാമിലി മുമ്പോട്ട് പോകത്തുള്ളൂ. ഈ സന്ദർഭത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ അമ്മയപ്പൻ്റെ അടുത്ത് ഞാൻ പഠിച്ച ഒരു പോയിന്റ്, അമ്മയപ്പനും കൂടിയേ ഞാൻ കണ്ടതിൽ
എവിടെ പോയാലും അവർ രണ്ടുപേരും ഒന്നിച്ചേ പോത്തുള്ളൂ. അതിന്റെ കാര്യം പറഞ്ഞാൽ ശരിയാട്ടോ. ഇവിടെ മമ്മായും പപ്പായും അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയെങ്കിലും പോകുമ്പം ഒന്നിച്ചേ പോകത്തുള്ളൂ. എന്ത് സാധനം വാങ്ങിക്കും, ഒരു മുട്ടുസൂചി വാങ്ങിക്കണേലും മമ്മായും പപ്പായും കൂടെ പോകത്തുള്ളൂ. എങ്ങനെയാ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ US പോലും ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിലും മമ്മയെ പിടിച്ച് വണ്ടിയെ കയറ്റി ഫ്രണ്ടിൽ ഇരുത്തും. മമ്മ ഒന്നും പറയാൻ കേൾക്കത്തില്ല, വണ്ടി അവിടെ ഇരുന്നാണ് ഫ്രണ്ടിൽ ഇരുന്നാണ്. അങ്ങനെ ആ മമ്മയെ കൊണ്ടുപോകും. അമ്മ എനിക്ക് വയ്യാന്നുള്ളത് കേൾക്കത്തില്ല, എന്ത് സാധനങ്ങളും വണ്ടിയുടെ ഫ്രണ്ടിൽ മമ്മ കാണണം. അങ്ങനെയാണ് ഒരു ലൈഫ്. അപ്പം അതേപോലെയാണ് അച്ഛന്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ റിസപ്ഷൻ്റെ സമയത്ത് ഡാഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആരോ വന്ന് അവരെ പിക്ക് ചെയ്യാനായിട്ട് വിളിച്ച്. അപ്പം എന്നോട് ചോദിച്ചു നീ വരുന്നു ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിൽ ഒരു ചുരിദാർ ഇട്ടോണ്ട് ഇങ്ങനെ നിൽക്കും, സാധാരണ വീട്ടിൽ ചുരിദാർ ഇട്ടു. എന്നോട് ഒരു കുഴപ്പമില്ല, വണ്ടിയെ കയറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയെ കയറിയിരുന്നു. അവരെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഡാഡി പുറത്തിറങ്ങിയിട്ട് ചോദിച്ചു നീ എവിടെ പോയത് എൻ്റെ ഇടയ്ക്ക്. ഞങ്ങൾ അച്ഛൻ പറഞ്ഞു വണ്ടിയിൽ കയറിക്കാൻ, ഞാൻ കയറി. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇതുപോലെ എവിടെയെങ്കിലും അച്ഛൻ പോകണമെങ്കിൽ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഡാഡി പറയായിരുന്നു ചെണ്ട ഉള്ളിടത്ത് കോല് കാണുമെന്ന് പറഞ്ഞാൽ വിനു ഉള്ളിടത്ത് ജിനു കാണും. എവിടെ പോയാലും ജിനു വിനു. എവിടെ ആണെങ്കിലും ഇതാ. എവിടെയെങ്കിലും പുറത്തോട്ടിറങ്ങി ഇവിടെ അടുത്തൊരു കടയിൽ പോകണമെങ്കിൽ വരുന്നോ എന്ന് ചോദിക്കും. അപ്പം ഇങ്ങനെ കേട്ടും എന്നും പോയി ഞാൻ പറയാം ശരി ഞാനും വരാമെന്ന് ഞാനും കൂടും. ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ്. അങ്ങനെയാണ്. എന്നെ കൊണ്ട് വയ്യ, എനിക്കിന്ന് വയ്യ, അങ്ങനെ ഒന്നും ഞാൻ പറയാറുമില്ല. അച്ഛനാണെങ്കിലും നോക്കി കണ്ട് ചോദിച്ച് ആ സമയത്തെ കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെ മെയിൻ ലൈഫിൽ സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യരുത്. അത് മെയിൻ പറയുന്നത്. ഞാനൊരു ഫാമിലി ലൈഫിൽ സീക്രട്സ് എന്തിനു മെയിൻറ്റെയിൻ ചെയ്യണം? ആ സീക്രട്സ് ഉള്ളപ്പോഴേ ഇങ്ങനത്തെ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ പോലും ഇപ്പൊ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് എനിക്കൊരു സീക്രട്ട് ഇല്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടുപോകുന്നത്. സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ പറയുന്നത് ആകെ കൊണ്ടുപോകാതിരുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസ് പോകുമ്പോൾ ഒരു ദിവസം 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ കറങ്ങാനൊന്നും പറ്റത്തില്ല. ട്രെയിനിങ് കഴിയുക പോരുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ ഞാൻ പോവാത്തത്. ബാക്കി എവിടെ ആണേലും ഞാൻ ആ വണ്ടിയുടെ കൂടെ കാണും. അച്ഛൻ കയറിയ വണ്ടിയുടെ കൂടെ ഞാനും കാണും. അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ 15 വർഷത്തെ ഞങ്ങളുടെ ജേർണി മുമ്പോട്ട് പോയിക്കണം. ഇനി മുമ്പോട്ട് പോകാനും ഇതുപോലൊക്കെ തന്നെ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം വേണം, നിങ്ങളുടെ സപ്പോർട്ടും. അതുപോലെ ഈ ചാനലും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും അതുപോലെ ബ്ലെസ്സിങ്സും ഇല്ലാതെ ഈ ചാനൽ മുമ്പോട്ട് പോകത്തില്ല. ഒരാളുടെ മാത്രമല്ല, നിങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് ഈ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പം കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ 2 മക്കള്. ഇത് മൂത്ത മോള്, ഇത് രണ്ടാമത്തെ മോള്. മൂത്ത മോള് മിനു, രണ്ടാമത്തെ മോള് റിനു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ബ്ലെസ്ഡ് ഫാമിലി, ഞങ്ങളുടെ ഒരു ഹാപ്പി ഫാമിലി എന്ന് പറയാനായിട്ട്. അപ്പം ഈ ഒരു 15 വർഷത്തെ ഞങ്ങളുടെ ഒരു ജേർണി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ഒരു സന്തോഷകരമായ ജേർണിയാണ് ഇപ്പം നിങ്ങളോട് ഞങ്ങൾ ഷെയർ ചെയ്തത്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ നടന്ന ചില കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതെപ്പോഴും ഞങ്ങളോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഇവിടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഒരു സന്തോഷകരമായ ഒരു മൂമെൻ്റ് കൂടാണ്. കാരണം എന്ന് വെച്ചാൽ വെഡിങ് ആനിവേഴ്സറി 15 വർഷം എങ്ങനെ പോയെന്ന് പോലും അറിഞ്ഞില്ല, എന്ത് സ്പീഡിലാണ് പോയെന്ന് അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു നിമിഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ 15ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ സെലിബ്രേഷൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ കാണുക. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ബ്ലെസ്സിങ്സും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസ് വഴി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവൻ. ബൈ.